സ്വാമി വിവേകാനന്ദനും ഭാവി ഭാരതവും, സദ്ഗമയ വൈഭവത്തിലേക്കുള്ള വഴി, ഭീകരവാദത്തിൻ്റെ അടിവേരുകൾ, ഘർ വാപ്പസി ചരിത്രവും വർത്തമാനവും, ശ്രീനാരായണ ഗുരുവും കമ്മ്യൂണിസ്റ്റുകളും, ഭാരത സ്വാതന്ത്ര്യ സമരചരിത്രം, തമസ്കരിക്കപ്പെട്ട ഏടുകൾ, നവോത്ഥാനത്തിൻ്റെ ഇടതു പരിപ്രേക്ഷ്യം, മാപ്പിള കലാപം, മതവെറിയുടെ ചരിത്ര സാക്ഷ്യങ്ങൾ, അയോധ്യ ഒരു ഐതിഹാസിക ബഹുജന സമരത്തിൻ്റെ ചരിത്രഗാഥ, അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് 50 ആണ്ട് തികയുമ്പോൾ എന്നീ ബൃഹത് സമാഹാരങ്ങളുടെ എഡിറ്ററാണ് ശ്രീ കാഭ സുരേന്ദ്രൻ. ചൈന, ബാംഗ്ലൂർ, മുംബൈ, പൂനെ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലും വിദേശത്തും പ്രഭാഷണ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. മാതൃവാണി, കേസരി, ജന്മഭൂമി അടക്കം പത്രമാസികളിൽ നിറസാന്നിധ്യം. ജനൻ ചാനലിൽ മൊഴിമുത്തുകൾ എന്ന പേരിൽ പരിപാടി അവതരിപ്പിച്ചിരുന്നു. അമൃത ചാനലിൽ ശ്രേഷ്ഠ ഭാരതം പരിപാടിയിൽ സംവാദാമൃതത്തിൽ പങ്കെടുത്തിരുന്നു. ജന്മസ്ഥലം കോട്ടയം ജില്ലയിൽ കൂരോപ്പട മാടപ്പാട് എന്ന സ്ഥലമാണ്. ഇപ്പോൾ എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. വിജ്ഞാന സദസ്സിൻ്റെ 13ാം ദിവസമായി ഇന്ന് വിഷയ അവതരണത്തിനായി സവിനയം ശ്രീ കാഭ സുരേന്ദ്രൻജിയെ ക്ഷണിക്കുന്നു. വിഷയം ഉത്തരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. സ്വാഗതം. ആദരണീയ അധ്യക്ഷൻ ശ്രീ ശിവൻകുട്ടി ചെട്ടിയാർ, ശ്രീ വിജേഷ് നമ്പൂതിരി, ഇതിഹാസങ്ങളെക്കുറിച്ചും വേദോപനിഷത്തുക്കളെക്കുറിച്ചും വിശിഷ്യ ഭഗവത്ഗീതയെക്കുറിച്ചുമൊക്കെ സമഗ്രമായ ഒരോട്ടപ്രദക്ഷിണം നടത്തി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ എ മഹേന്ദ്രൻ, ശ്രീ പഴയിടം, ശ്രീ അനിൽകുമാർ, സദസ്സിലിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെ എല്ലാവർക്കും വിനീത നമസ്കാരം. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ. ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന വിഷയം. ഈ 4 വരിയിൽ ഒതുങ്ങി നിൽക്കണം. ബാക്കി എല്ലാ ഭാഗങ്ങളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവനവൻ അവനവനെ ഉയർത്തണം, അവനവൻ അവനവനെ താഴ്ത്തരുത്. നാം തന്നെയാണ് നമ്മുടെ ബന്ധുവും, നാം തന്നെയാണ് നമ്മുടെ ശത്രുവും. ഇതാണ് ഈ വരികളുടെ അർത്ഥവും ഇന്നത്തെ ആശയവും. വേദാന്തത്തിൻ്റെ ഉജ്ജ്വലമായ ഒരു ആഹ്വാനമാണ് ഈ 2 വരികളിൽ അല്ലെങ്കിൽ 4 വരികളിൽ ഉള്ളത്. കാരണം വേദാന്തം ധീരന്മാർക്കുള്ളതാണ്, ഭയപ്പെട്ട് ഓടുന്നവർക്കുള്ളതല്ല. അതുകൊണ്ട് നിന്നെ സഹായിക്കാൻ മറ്റാരോ വരും, നിനക്ക് ഞാനുണ്ട് എന്നല്ല ഈ ഭഗവത്ഗീതയുടെ സന്ദേശം. നിനക്ക് നീയാണുള്ളത്, നീ തന്നെയാണ് നിന്നെ ഉയർത്തേണ്ടതും. നീ അധപ്പതിക്കുന്നുവെങ്കിൽ, നീ വീണുപോകുന്നുവെങ്കിൽ, നീ പരാജയപ്പെടുന്നുവെങ്കിൽ, നീ ഒന്നുമല്ലാതെയായി മാറുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ്. അതുകൊണ്ട് നിനക്ക് ഉയരണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് കർമ്മത്തിൽ നിന്റെ ജീവിതത്തിൽ വിജയം നേടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് തുണ നീ തന്നെയാണ് എന്ന് ആഹ്വാനം ചെയ്യുകയാണ് വേദാന്തം, ഭഗവത്ഗീത. വിശപ്പ് മാറണമെങ്കിൽ നാം തന്നെ ആഹാരം കഴിക്കണം. മറ്റാരെങ്കിലും ആഹാരം കഴിച്ചാൽ പോരല്ലോ.
രോഗിയുടെ രോഗം മാറണമെങ്കിൽ മരുന്നും പഥ്യവും രോഗി തന്നെയാണ് പാലിക്കേണ്ടതും കഴിക്കേണ്ടതും. അത് മറ്റാരെങ്കിലും കഴിച്ചിട്ട് നമുക്ക് രോഗം മാറും എന്ന് വിചാരിക്കാൻ കഴിയില്ലല്ലോ. മാതാമൃതാനന്ദമയി ദേവി വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു കള്ളുകുടിയൻ എവിടെയൊക്കെയോ കള്ളു കുടിച്ച് തിരിച്ചു വന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ ഉരുണ്ടു വീണും പെരണ്ടു വീണും ഒക്കെ തകർന്ന് തരിപ്പണമായി നെറ്റിയെല്ലാം പൊട്ടി വീട്ടിൽ വന്നപ്പോൾ ഭാര്യ ഒരു ബാൻഡേജ് എടുത്തു കൊടുത്തു, അത് പൊട്ടിയയുടെ തൊട്ടിക്കാൻ. അയാൾക്ക് നിശ്ചയം പോലെ ആടി നിൽക്കുന്നത് കൊണ്ട് അയാൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് എവിടെയാണ് ഈ പൊട്ടിയതെന്ന് നോക്കിയിട്ട് ഈ ബാൻഡേജ് അവിടെ ഒട്ടിച്ചു. ഒട്ടിച്ചത് കണ്ണാടിയിലാണ്. അയാളുടെ മുറിവ് ഭേദമാകുമോ? ഇല്ലല്ലോ. അവനവൻ്റെ കാര്യം പരിഹരിക്കുവാൻ അവനവൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. ഒരാൾ വലിയ ഉയരമുള്ള കുന്നിൻ്റെ നിറകയിൽ നിൽക്കുന്നത് കണ്ടാൽ ആഹാ അയാൾ എത്ര ഉയരത്തിലാണ് എന്ന് നമുക്ക് പറഞ്ഞ് ആവേശം കൊള്ളാം, അയാളെക്കുറിച്ച് അസൂയപ്പെടുകയും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അയാൾ ആ കുന്നിൻ്റെ നിറുകയിലെത്തിയത് നമ്മൾ നിൽക്കുന്ന താഴ്വാരത്ത് നിന്ന് നടന്നും പിടിച്ചും കയറിയും വിയർത്തും വിശന്നും വീണും മുറിവേറ്റും വിയർത്തും ഒക്കെയാണ് ആ നെറുകം തലയിൽ കുന്നിൻ്റെ മുകളിലെത്തിയത് എന്നുള്ളത് നാം മറക്കരുത്. അയാൾ അവിടെ എത്തിയത് ആകാശത്ത് നിന്ന് പൊട്ടി വീണത് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം, അങ്ങനെ ആശ്വസിക്കുകയും ചെയ്യാം. അവരൊക്കെ വലിയ മഹാന്മാരല്ലേ. ശങ്കരാചാര്യര് വലിയ മഹാനാണ്, വിവേകാനന്ദ സ്വാമികൾ മഹാനായ സന്യാസിയാണ്, ലോകം കീഴടക്കിയവനാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ ഒരു കാര്യം നാം വിട്ടുകളയുന്നത് അഥവാ മറച്ചു വയ്ക്കുന്നത് അവർ നടത്തിയ പ്രയത്നത്തിനെ തമസ്കരിക്കുകയും അവരൊക്കെ വലിയ വലിയ ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ ആയത്, അവർ ജന്മനാൽ മഹാന്മാരായിരുന്നു എന്ന് പറഞ്ഞൊഴിയുമ്പോൾ നമ്മൾ പ്രയത്നിക്കേണ്ടതില്ല, വളരേണ്ടതില്ല, അധ്വാനിക്കേണ്ടതില്ല എന്ന ഒരു മടിയിലേക്ക് നമ്മൾ ഒരു കർമ്മവിമുഖതയിലേക്ക്, ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഒരു കർമ്മവിമുഖതയിലേക്ക് സ്വയം മാറുവാൻ. അങ്ങനെയാണല്ലോ അർജുനൻ പറഞ്ഞത്, ഞാൻ ഭിക്ഷയെടുത്ത് ജീവിച്ചുകൊള്ളാം, വെറുതെ ഈ കാണുന്ന ആൾക്കാരെയൊക്കെ എന്തിനാണ് കൊന്നു തീർക്കുന്നത്, യുദ്ധം കൊള്ളരുതാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ തത്വശാസ്ത്രം പറയുന്ന മട്ടിൽ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഒളിച്ചോടുകയാണ്, കർമ്മരംഗത്ത് നിന്നുള്ള ഒളിച്ചോട്ടം. വിവേകാനന്ദൻ ലോകത്തിൻ്റെ നിറകയിൽ നിൽക്കുന്നത് കാണുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് എന്ന് പറയാൻ നമുക്കേറെ ആവേശമുണ്ട്. പക്ഷേ ഒന്നോർക്കേണ്ടത്, ആ വിവേകാനന്ദ സ്വാമികൾ ലോകത്തിൻ്റെ നിറകയിലെത്തിയ 1893 സെപ്റ്റംബർ 11 തലേ ദിവസം സെപ്റ്റംബർ 10 അദ്ദേഹം കിടന്നുറങ്ങിയത് എവിടെയാണെന്നറിയുമോ? വിശന്ന് പരവശനായി ആഹാരം കഴിക്കാൻ ഗതിയില്ലാതെ, വാഹനത്തിൽ യാത്ര ചെയ്യാൻ ഗതിയില്ലാതെ, ഹോട്ടലിലോ ലോഡ്ജിലോ ഒരു മുറിയെടുത്ത് കഴിയാൻ ഗതിയില്ലാതെ, ചിക്കാഗോയ്ക്ക് അടുത്തുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനിലെ ഗുഡ്സ് ട്രെയിനിലെ ഒരു വാഗണിൽ കിടന്നാണ് സെപ്റ്റംബർ 10 കിടന്നുറങ്ങിയത് നാം അറിയുന്ന സ്വാമി വിവേകാനന്ദൻ. അങ്ങോട്ടേക്ക് എത്തിയത്, ലോകത്തിൻ്റെ വിജയത്തിൻ്റെ നിറകയിലേക്ക് എത്തിയത് വെറുതെ ആയിരുന്നില്ല എന്നർത്ഥം, അധ്വാനിച്ചിട്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ അധ്വാനിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നൽകുവാൻ, ഒരു പ്രേരണ നൽകുവാനായിരിക്കണം ഇത്തരം മഹാന്മാരെ നമ്മൾ അറിയുന്നതും ആരാധിക്കുന്നതും ആദരിക്കുന്നതും അവരെ മാതൃകയാക്കേണ്ടതും. ഇവിടെ ഉയരണമെന്ന് നാം പറയുമ്പോൾ അപകർഷബോധമുണ്ടാവരുത്. നീ വീണു പോകുന്നുവെങ്കിൽ, നീ പരാജയപ്പെടുന്നുവെങ്കിൽ നീ തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുമ്പോൾ ആ പരാജയത്തിന് കാരണമായി അപകർഷബോധം അർജുനനുണ്ടായിരുന്നതും അതുതന്നെയാണ്. ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ്, എന്നെ കരുത്തില്ലാത്തവനാണ്, എനിക്കറിവില്ലാത്തവനാണ്. അപകർഷബോധമുള്ള വ്യക്തി ജീവിതത്തിൽ വിജയിക്കുമോ? അപകർഷബോധമുള്ള ഒരു കുടുംബം ജീവിതത്തിൽ വിജയിക്കുമോ? അപകർഷതാബോധത്തിൽ ആണ്ടുപോയ ഒരു സമുദായം എപ്പോഴെങ്കിലും ഉയരുമോ?
അപകർഷതാബോധത്തിൽ ആണ്ടുപോയ ഒരു മതം, ആ മതവിശ്വാസികളെല്ലാം നമ്മൾ കൊള്ളരുതാത്തവരാണ്, നമ്മുടെ മതം കെട്ടതാണ്, നമ്മുടെ ആരാധനകൾ വൃത്തികെട്ടതാണ്, നമ്മളുടെ പൂർവികന്മാരെല്ലാം കൊള്ളരുതാത്തവരാണ്, അത്തരമൊരു കെട്ട മതത്തിൻ്റെ പിൻഗാമികളായിപ്പോയല്ലോ എന്ന് സ്വയം വിചാരിച്ചിരിക്കുന്ന ഒരു മതസമൂഹത്തിന് എന്നെങ്കിലും ഉയരാൻ കഴിയുമോ, വളരാൻ കഴിയുമോ? അപകർഷതാബോധത്തിൽ ആണ്ടുപോയ ഒരു ജനത, ഒരു രാഷ്ട്രത്തിന് ഒരു കാലത്തും ലോകത്തിൻ്റെ മുമ്പിൽ വിജയിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം വേണ്ടത് ഞാൻ കൊള്ളരുതാത്തവനാണ്, എനിക്ക് കഴിവില്ലാത്തതാണ് എന്ന അപകർഷതാബോധത്തെ വലിച്ചെറിയുകയാണ്, അവിടെ ആത്മവിശ്വാസത്തെ പുനഃപ്രതിഷ്ഠിക്കുകയാണ് വേണ്ടത് എന്ന് നാം മറന്നു പോകരുത്. എത്രയോ കാലങ്ങളായി എൻ്റെ കുടുംബം തകർന്നു പോയത് നാട്ടുകാർ കാരണമാണ്, ബന്ധുക്കൾ കാരണമാണ്, അയൽവക്കക്കാർ കാരണമാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബത്തിന് വിജയിക്കാൻ കഴിയില്ല. എൻ്റെ സമുദായം കെട്ടുപോയത് ഞാൻ ഈ സമുദായത്തിലായിപ്പോയല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ സമുദായം വിജയിക്കാത്തതിൻ്റെ കാരണം മറ്റുള്ളവർ കാരണമാണ്, ഞങ്ങളുടെ സമുദായം ഒരു കാലത്തും നന്നാവാത്തത് മറ്റുള്ളവർ കാരണമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമുദായത്തിന് വളരാൻ കഴിയില്ല. കാരണം പരാജയപ്പെട്ടതിൻ്റെ കാരണം മറ്റുള്ളവരാണെങ്കിൽ വിജയിക്കുന്നതിനും മറ്റുള്ളവർ വിചാരിക്കണം എന്നർത്ഥം. അങ്ങനെ മറ്റുള്ളവർ വിചാരിച്ചിട്ട് എനിക്ക് വിജയിക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് വിജയിക്കണമെങ്കിൽ ഞാൻ തന്നെയാണ് പണിയെടുക്കേണ്ടത് എന്നർത്ഥം. അവിടെ അപകർഷതാബോധത്തെ വലിച്ചെറിഞ്ഞ് ആത്മവിശ്വാസത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് വ്യക്തിക്കാകട്ടെ, കുടുംബത്തിനാകട്ടെ, സമുദായത്തിനാവട്ടെ, മതത്തിനാവട്ടെ, രാഷ്ട്രത്തിനാവട്ടെ, ഉയരാൻ ആഗ്രഹിക്കുന്ന ഏത് തലത്തിലും പെട്ടവർക്ക് ആത്മവിശ്വാസത്തെ ആർജിക്കുകയാണ് അതിനുള്ള ഒന്ന് വടിയാണ്, അഥവാ സിദ്ധൌഷധമാണ്. ഉദ്ധരേത്, നീ സ്വയം ഉയര് എന്ന് പറയുന്നതിൻ്റെ കാരണം അപകർഷതാബോധത്തിൽ ആണ്ടുപോകാതെ ആത്മവിശ്വാസം കൊണ്ട് ജീവിതത്തെ വെട്ടിപ്പിടിച്ച, വിജയം വെട്ടിപ്പിടിച്ച ആൾക്കാർ നമ്മുടെ മുമ്പിൽ എത്രയോ ഉണ്ട്. ഡോക്ടർ അംബേദ്കർ എങ്ങനെയാണ് എത്രയോ ആട്ടും തുപ്പും ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ, പക്ഷേ എഴുതിയ പരീക്ഷകളിലും നടത്തിയ മത്സരങ്ങളിലും മുഴുവൻ വിജയിച്ച് ലോകത്തിൻ്റെ നെറുകയിൽ ഭാരതത്തിൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന തലത്തിൽ ആ മനുഷ്യനെത്തിയത് എന്തുകൊണ്ടാണ്? ഞാൻ കെട്ടുപോയത് കൊണ്ടാണ്. ഞാൻ ജനിച്ചത് കെട്ട സമുദായത്തിലാണ്. ഞാൻ തളരുവാൻ നശിക്കുവാൻ കാരണം മറ്റുള്ളവർ കാരണമാണെന്ന് വിചാരിച്ചുകൊണ്ട് അംബേദ്കർ ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ നമുക്ക് ഡോക്ടർ അംബേദ്കറെ കിട്ടുമായിരുന്നില്ല. എന്തിന് നമ്മുടെ കൊച്ചു കേരളത്തിൽ ജീവിച്ചിരുന്ന മഹാനായ അയ്യങ്കാളി, കേരളത്തിൻ്റെ തെക്കേറ്റത്തുണ്ടായിരുന്ന മഹാത്മാ അയ്യങ്കാളി, 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത ആ മനുഷ്യൻ, ഞാനും എൻ്റെ സമുദായവും കെട്ടുപോയത് മറ്റുള്ളവർ കാരണമാണെന്ന് വിചാരിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ അയ്യങ്കാളി എന്ന മഹാത്മാ അയ്യങ്കാളി ഉണ്ടാകുമായിരുന്നോ? ആ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഒരു സമൂഹം ഉയർന്നു വരുമായിരുന്നോ? ആ സമൂഹം ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമൂഹമായി മാറുമായിരുന്നോ? ഒരു സമൂഹത്തിൻ്റെ മാതൃകാ പുരുഷനായി അയ്യങ്കാളി എന്ന മഹാത്മാവ് മാറുമായിരുന്നോ? മറ്റുള്ളവർ കാരണമായിരുന്നു ഞാൻ പരാജയപ്പെട്ടത്. ഞാൻ വിജയിക്കണമെങ്കിൽ, എൻ്റെ സമുദായം വിജയിക്കാൻ മറ്റുള്ളവർ വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നിരുന്നുവെങ്കിൽ അയ്യങ്കാളി ഉണ്ടാകുമായിരുന്നില്ല. കേരളത്തിൻ്റെ പരാജയമായിരിക്കും പിന്നീട് സംഭവിക്കുക. എന്തിന്? നമ്മുടെ അയൽവക്കക്കാരനായ ടി.കെ. മാധവൻ 1926 നമ്മുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ തൊട്ടയൽവക്കത്തുള്ള ഹരിപ്പാട് ഒരു പ്രസംഗം നടത്തി. 1926 ആ ടി.കെ. മാധവൻ പ്രസംഗിച്ചത് ഞാൻ ഹിന്ദുവാണ് എന്ന് എനിക്ക് ഒരുത്തൻ്റെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എനിക്ക് ബോധ്യമുണ്ടായാൽ മതി ഞാൻ ഹിന്ദുവാണ് എന്നുള്ളതിന്. എനിക്ക് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ, ഏതെങ്കിലും ഒരു നേതാവിൻ്റെ, ഒരു മതപുരോഹിതൻ്റെ, ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഞാൻ ഹിന്ദുവാണെന്ന് വിചാരിക്കുവാൻ എൻ്റെ തന്നെ അറിവും എൻ്റെ തന്നെ ബോധ്യവും കൊണ്ട് ഞാൻ ഹിന്ദുവാണ് എന്ന് വിളിച്ചു പറഞ്ഞ അപകർഷതാബോധമില്ലാത്ത ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപമായി മാറിയ ടി.കെ. മാധവൻ്റെ നാടാണ് നമ്മുടെ നാട്.
എങ്ങനെയാണ് ആത്മവിശ്വാസമുള്ളവരായി മാറേണ്ടത് എന്ന് ഇത്തരം അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഓരോ വ്യക്തിയും ആത്മവിശ്വാസമുള്ളവരായി, ഓരോ സമുദായവും ആത്മവിശ്വാസമുള്ളവരായി മാറണം. അതാണ് നമ്മളോടുള്ള ആഹ്വാനം. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞത്, 33 കോടി ഈശ്വരന്മാരിലും നിങ്ങൾ വിശ്വസിച്ചാലും പോരാതെ വന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ദൈവസങ്കല്പങ്ങളിൽ ഈശ്വരന്മാരിൽ നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ ഒരു ഈശ്വരനും നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. 33 കോടി ഈശ്വരന്മാരെ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക. അന്യരാജ്യങ്ങളിൽ നിന്നോ അന്യ മതവിശ്വാസങ്ങളിൽ നിന്നോ വന്ന ഈശ്വരന്മാരെയും നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ ലോകത്തിലെ ഒരു ഈശ്വരനും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഭഗവത്ഗീതയുടെ ഈ സന്ദേശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു. നമ്മുടെ പരാജയം മറ്റുള്ളവരിൽ കെട്ടിവച്ചാൽ വിജയിക്കാനും മറ്റുള്ളവർ വിചാരിക്കണം, അതുകൊണ്ട് നമ്മൾ പണിയെടുക്കേണ്ടതില്ല എന്ന കെട്ട മാനസികാവസ്ഥയിലേക്ക് വ്യക്തിയും സമൂഹവും രാഷ്ട്രവും അധപ്പതിച്ചു പോകും. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ നാം ആണ് പണിയെടുക്കേണ്ടത് എന്നുള്ള നിലയിലേക്ക് നാം ഉയരേണ്ടതുണ്ട്. ഒരു രാഷ്ട്രം പുരോഗമിക്കണമെങ്കിൽ ആ രാഷ്ട്രം ആത്മവിശ്വാസമുള്ള ഒരു ജനതയുടേതായിരിക്കണം. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, 1900 വർഷക്കാലം, 19 നൂറ്റാണ്ടുകാലം നിങ്ങളൊരു ജനതയെ ഉന്മൂലനം ചെയ്യാൻ പണിയെടുത്തില്ലേ? 19 നൂറ്റാണ്ടുകാലം, വർഷക്കാലം നിങ്ങളൊരു ജനതയെ വേട്ടയാടിയില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ജൂത പരീക്ഷകളെ ഇല്ലാതെയാക്കുവാൻ കഴിഞ്ഞോ? എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അവരാത്മവിശ്വാസത്തോടുകൂടി ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നിലനിൽക്കുവാൻ, ജീവിക്കുവാൻ, നമ്മുടെ ജനതയ്ക്ക് വരും തലമുറകൾക്ക് നിലനിൽക്കുവാനുള്ള ഒരു മാർഗം, ഒരു അവസരം സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. സത്യം ഒരിക്കൽ വിജയിക്കും എന്ന ആത്മവിശ്വാസവുമായി ആ ജനത 2000 വർഷക്കാലം ലോകം മുഴുവൻ തെണ്ടി അലഞ്ഞ അതിനുശേഷവും അവർ പിന്നീട് ഒരു രാഷ്ട്രമായി മാറിയില്ലേ? എത്രയോ ചെറിയ ഒരു ജനത. വേണ്ടത് ആത്മവിശ്വാസമാണ് എന്ന് അർത്ഥം. ഇവിടെയാണ് ഭഗവത്ഗീതയുടെ പ്രസക്തിയും ഈ ഉദ്ധരേതാത്മരാത്മാനം എന്ന ആശയത്തിൻ്റെ ആ പ്രസക്തിയും. ഭാരതം വിജയിച്ചത് എപ്പോഴൊക്കെയാണ്? ഭാരതം നമുക്ക് അനേകായിരം കൊല്ലത്തെ ചരിത്രമുണ്ടല്ലോ ഭാരതത്തിന്. ആ ഭാരതം അനേകം കാലം പരാജയപ്പെട്ടിട്ടുണ്ട്, അനേകം കാലം വിജയിച്ചിട്ടുണ്ട്. നാം വിജയിച്ചത് എപ്പോഴാണ് വിജയിച്ചതെന്ന് അറിഞ്ഞാലാണ് ആ വിജയം നമുക്ക് ഇനിയും പിടിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ, നമുക്ക് മുന്നോട്ട് പോകുവാൻ, ഉയരുവാൻ, വളരുവാൻ, കുതിക്കുവാൻ കഴിയണമെങ്കിൽ എപ്പോഴാണ് നാം വിജയിച്ചത് എന്നറിയണം. എന്തുകൊണ്ടാണ് നാം പരാജയപ്പെട്ടത് എന്നറിയണം. വിജയിച്ചപ്പോഴൊക്കെ നമ്മുടെ മുൻപിലുണ്ടായിരുന്ന ആശയം അഗ്രത ചതുരോ വേദാഹ പൃഷ്ഠത സശരം ധനു ഇതം ബ്രാഹ്മം ഇതം ക്ഷാത്രം ശാപാദപി ശരാദപി എന്ന ഒരു സന്ദേശമുണ്ടായിരുന്നു ഭാരതത്തിൽ. അഗ്രത ചതുരോ വേദാഹ, മുൻപിൽ 4 വേദങ്ങളുണ്ട്, പിന്നിൽ കുലച്ചു പിടിച്ചിരിക്കുന്ന അമ്പും വില്ലുമുണ്ട്. ഏതുകൊണ്ടും നേരിടുവാൻ, ശസ്ത്രം കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ നേരിടുവാൻ ഞാൻ തയ്യാറാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഭാരതീയൻ ഉണ്ടായിരുന്നു. ആയുധം കൊണ്ട് നേരിടണമോ? വന്നുകൊള്ളുക, അതിനുള്ള എല്ലാ സജ്ജീകരണവും എൻ്റെ പക്കത്തുണ്ട്. അതല്ല ആശയം കൊണ്ടാണോ, ആദർശം കൊണ്ടാണോ, തത്വശാസ്ത്രം കൊണ്ടാണോ, ദർശനങ്ങളെ കൊണ്ടാണോ, മതങ്ങളെ കൊണ്ടാണോ, ഏത് കാരണങ്ങളെ കൊണ്ടാണ് നിങ്ങൾ വാദിക്കുവാൻ വരുന്നത്? ശങ്കരാചാര്യർ വിജയിച്ചത് എങ്ങനെയാണ്? ഇവിടെ ആദരണീയനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചില്ലേ? ആ ചെറുപ്പക്കാരനായ ആ പയ്യൻ, ആ യുവാവ് എങ്ങനെയാണ് ഭാരതം മുഴുവൻ കാൽനടയായി സഞ്ചരിച്ച് വിജയിച്ചത്? ആയുധം കൊണ്ടല്ല. അവിടെ അപ്പുറം, ആയുധത്തിനപ്പുറം ആശയത്തിൻ്റെ ഗരിമയുണ്ടായിരുന്നു. ആഴമേറിയ ദർശനത്തിന്റെ വൈപുല്യത്തെ നേരിടുവാൻ കഴിയാതെയാണ് ആൾക്കാർ പരാജയപ്പെട്ടത്. അതുകൊണ്ട് ആദർശം കൊണ്ടോ ആശയം കൊണ്ട് നേരിടണമെങ്കിൽ ഇതാ 4 വേദങ്ങളുടെ കരുത്ത് എൻ്റെ പക്കത്തുണ്ട്. അതല്ല, ആയുധം കൊണ്ട് നേരിടാനാണ് വരുന്നതെങ്കിൽ ആയുധം കൊണ്ട് നേരിട്ട് പരാജയപ്പെടുത്തിയ, ശത്രുക്കളെ പരാജയപ്പെടുത്തിയ ഭാരതത്തിൻ്റെ ഐതിഹാസികമായ ചരിത്രമുണ്ട്. നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ?
നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ സർവകലാശാലകളിൽ, നമ്മുടെ ഗവേഷണ കേന്ദ്രങ്ങളിലൊക്കെ ഭാരതം കെട്ടവരായിരുന്നു, പരാജയപ്പെട്ടവരായിരുന്നു, കീഴടക്കപ്പെട്ടവരായിരുന്നു, ഒന്നിനും കൊള്ളാത്തവരായിരുന്നു എന്നല്ലേ അനേക കാലമായി പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നില്ല. ലോകത്തിലെ മുഴുവൻ കിടുകിടാ വിറപ്പിച്ച് വന്നതായിരുന്നല്ലോ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പോഴും മഹാനായ അലക്സാണ്ടർ. എന്താണ് മഹത്വം അലക്സാണ്ടറുടെ? യുദ്ധം നടത്തി വന്നയാളല്ലേ. യുദ്ധം നടത്തുന്നതാണോ മഹത്വത്തിൻ്റെ മാനദണ്ഡം? അതൊരിക്കലും മാനദണ്ഡമാകാൻ പാടില്ലായിരുന്നു. അത് മറ്റൊരു ചരിത്രം. പക്ഷേ അലക്സാണ്ടർ ആക്രമിച്ചു വന്നപ്പോൾ ആ അലക്സാണ്ടറെ ചെറുത്ത് നിൽക്കാൻ തയ്യാറാകാതിരുന്നവരെ പരാജയപ്പെടുത്തി പിന്നീട് വലിയ സാമ്രാജ്യം സ്ഥാപിച്ച ഒരു ചാണക്യനും ചന്ദ്രഗുപ്തനുമുണ്ട് നമ്മുടെ ചരിത്രത്തിൽ. 2400 കൊല്ലത്തിനപ്പുറം ഉണ്ടായിരുന്നു. ആ ചാണക്യനും ചന്ദ്രഗുപ്തനും കൂടി ചേർന്ന് ഉണ്ടാക്കിയ വിപുലമായ സാമ്രാജ്യം 50 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഭാരതത്തിന്റെ അളവ് ഏതാണ്ട് 35 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്നത്തെ ഇന്ത്യയുടെ 50 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന വിശാല ഭാരതത്തിനെ അടക്കി ഭരിച്ച ചന്ദ്രഗുപ്തന്റെ ചരിത്രം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നോ? പോരാ, 32ാമത്തെ വയസ്സിൽ ഒടുങ്ങിപ്പോയ അലക്സാണ്ടർക്ക് ശേഷം അവിടെ നിന്ന് ഗ്രീക്ക് സൈന്യത്തിന്റെ, ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അധിപനായി മാറിയ സെലൂക്കസ് പിന്നീട് ഭാരതത്തിലേക്ക് ആക്രമിച്ച് രണ്ടാമത് വന്നപ്പോൾ പരാജയപ്പെടുന്നവരാണ് ഭാരതീയർ എന്ന് വിചാരിച്ചിരുന്ന സെലൂക്കസിന്റെ മുമ്പിൽ ചാണക്യനും ചന്ദ്രഗുപ്തനും വെച്ചു കൊടുത്തത് മുമ്പേ പറഞ്ഞതാണ്. പൃഷ്ഠത സശരം ധനു. എത്ര? 6 ലക്ഷം ആർമി ഉണ്ടായിരുന്നു 2400 കൊല്ലം മുൻപ്. നിങ്ങൾ ആലോചിക്കണം, ഇന്ന് ഭാരതത്തിന്റെ ആർമി ഏതാണ്ട് 14 ലക്ഷത്തിനടുത്താണ്. 2500 കൊല്ലം മുൻപ് 6 ലക്ഷം കാലാൾപ്പട ഉണ്ടായിരുന്ന അതിവിപുലമായ ഒരു സൈനിക ശക്തി ഉണ്ടായിരുന്നു ഭാരതത്തിനെന്ന് പറഞ്ഞാൽ, ആ സെലൂക്കസിനോട് ചന്ദ്രഗുപ്തൻ പറഞ്ഞത്, നിങ്ങളുടെ മുൻഗാമി അലക്സാണ്ടർ പിടിച്ചു വെച്ച അല്പമാത്രമായ ഭൂമി കൂടി വിട്ടു തന്നില്ലെങ്കിൽ ഗ്രീസ് കൂടി അടിച്ച് തകർത്ത് കളയും എന്നാ പറഞ്ഞത് ചന്ദ്രഗുപ്തൻ. ആ ഭയപ്പെട്ടു പോയ സെലൂക്കസ് സ്വന്തം മകളെ ചന്ദ്രഗുപ്ത മൗര്യന് വിവാഹം കഴിച്ചു കൊടുത്ത് ഗ്രീസ് സാമ്രാജ്യവുമായിട്ട് സന്ധിയാവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു വിജയത്തിൻ്റെതുണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിൽ. അങ്ങനെ അനേകം കാലങ്ങളുണ്ടായിരുന്നു. വിജയനഗര സാമ്രാജ്യം നാം കേട്ടിട്ടില്ലേ? 7 ലക്ഷം ആർമിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ കൃഷ്ണദേവരായർക്കുണ്ടായിരുന്നത് 7 ലക്ഷം ആർമിയായിരുന്നു. ചോള സാമ്രാജ്യം ഭരിച്ചപ്പോൾ 35 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ചോള സാമ്രാജ്യത്തിനുണ്ടായിരുന്നു. ഇന്നത്തെ ഭാരതത്തിന്റെ അത്രയും വലിപ്പം അന്ന് ചോള സാമ്രാജ്യം ഭരിച്ച ചക്രവർത്തിക്കുണ്ടായിരുന്നു എന്നർത്ഥം. നമ്മൾ മോശമായിരുന്നില്ല എന്നർത്ഥം. നമ്മൾ അനേകം തവണ വിജയിച്ചിരുന്നു എന്നർത്ഥം. ചൈന വൻമതിലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ചൈന വൻമതിൽ. എന്തിനാണ് വൻമതിൽ കെട്ടിയതെന്ന് നിങ്ങൾക്കറിയുമോ? മധ്യേഷ്യയിൽ നിന്ന് കടന്നു കയറി വന്ന ലോകം മുഴുവൻ അന്നുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെ, ജനതകളെ, മതങ്ങളെ, സംസ്കാരങ്ങളെ മുഴുവൻ ആക്രമിച്ച ഭീകരന്മാരായ ഒരു കൂട്ടം ജനതയുണ്ടായിരുന്നു. ഹൂണന്മാരെന്നും ശകന്മാരെന്നും കുഷാണന്മാരെന്നും പറയുന്നത്. നൂറ്റാണ്ടുകളോളം അവർ ലോകത്തെ കിടുകിടാ വിറപ്പിച്ചു, കത്തിച്ചാമ്പലാക്കിച്ചു. റോമ സാമ്രാജ്യത്തിനെ മുഴുവൻ മുച്ചൂട് മുടിച്ചു കളഞ്ഞ ആ ഹൂണന്മാരുടെയും ശകന്മാരുടെയും പടയോട്ടം ഭാരതത്തിലേക്കും ചൈനയിലേക്കുമൊക്കെ ഉണ്ടായപ്പോൾ അവരെ ചെറുക്കാൻ ചെറുത്തു നിന്നും മടുത്തപ്പോൾ അവരിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി അനേകം കാലം കൊണ്ട് പല രാജാക്കന്മാരാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ചൈന വൻമതിൽ. പക്ഷേ ആ ചൈന വൻമതിൽ ചൈനയുടെ രക്ഷയ്ക്ക് ചൈന വൻമതിൽ കെട്ടിയെങ്കിൽ എന്തുകൊണ്ടാണ് ഭാരതത്തിനൊരു ഭാരതമതിൽ കെട്ടേണ്ടി വരാതിരുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അവരിവിടേക്ക് വന്നിരുന്നു, ഹൂണന്മാരും ശകന്മാരും ഒക്കെ. ആ ഹൂണന്മാരെ പരാജയപ്പെടുത്തി പലായനം ചെയ്യിച്ച ഒരു യശോധർമ്മനുണ്ട്. നമ്മുടെ പാഠപുസ്തകങ്ങളിലുണ്ടോ? ശകന്മാരെ പരാജയപ്പെടുത്തിയ ഒരു വിക്രമാദിത്യനുണ്ടായിരുന്നു. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ വിക്രമവർഷം ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പരിപാടി കഴിഞ്ഞ് നിങ്ങൾ മൊബൈലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. വിക്രമവർഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. 2025 + 57, അതായത് BCE, ബിഫോർ കോമൺ ഇറ 57ലാണ് വിക്രമാദിത്യൻ, ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ശകന്മാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മ
ഓർമ്മയ്ക്കായിട്ട് സൃഷ്ടിച്ചതാണ് ആ വർഷം. ഭാരതത്തിൻ്റെ, നിങ്ങളിപ്പോൾ പറയുന്ന ഇന്ത്യയുടെ കോമൺ ഇറ ഏതാണെന്നറിയുമോ? ഇന്ത്യയുടെ ഔദ്യോഗിക വർഷം ഏതാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ശക ഇറ. എങ്ങനെയാണ് ശകവർഷം ഉണ്ടായത്? BCE കോമൺ ഇറ 78 അത് ശകന്മാരെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ ഉണ്ടായതാണ് ശകവർഷം. ഞാൻ പറഞ്ഞു വന്നത്, വിജയിച്ചതിൻ്റെ ലോകത്ത് നിന്ന് കടന്നു വന്ന ആക്രമണകാരികളെ മുഴുവൻ ചെറുത്തു നിന്ന് ഭാരതത്തെ വിജയത്തിൻ്റെ സോപാനത്തിലേക്ക് കടത്തിവിട്ട മഹാന്മാരായ പൂർവികന്മാർ നമ്മളുടെ മുൻപുണ്ടായിരുന്നു, നമ്മുടെ ചരിത്രത്തിലുണ്ട്. അവരാണ് നമുക്ക് മാതൃക. വിജയിക്കുവാൻ, പരാജയപ്പെടാതിരിക്കുവാൻ, ആത്മവിശ്വാസത്തിൻ്റെ ആ രൂപങ്ങളായി അങ്ങനെ അനേകം ആൾക്കാരുണ്ടായിരുന്നു. ചരിത്രം നാം വേറെ പഠിക്കണം എന്നർത്ഥം. നാം ഭാരതം ലോകത്തെ കീഴടക്കിയിട്ടുണ്ട്. ഭാരതം ലോകത്തെ കീഴടക്കിയിട്ടുണ്ട്. പക്ഷേ അത് ആയുധം കൊണ്ടല്ല. വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോയിൽ പ്രസംഗിച്ചപ്പോൾ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു. ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു നേട്ടമുണ്ട് ഭാരതത്തിന്, നിങ്ങൾക്കാർക്കും ഇല്ലാത്തൊരു നേട്ടം. അതേതാണെന്നറിയുമോ? നിങ്ങൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ആക്രമിച്ച് കീഴടക്കിയവരല്ലേ? ലോകത്തിലെ എല്ലാ ജനതകളെയും അടിമകളാക്കിയവരല്ലേ? നിങ്ങൾ ലോകത്തിലെ എല്ലാ സമ്പത്തും കൊള്ളയടിച്ചവരല്ലേ? അങ്ങനെ അല്ലാത്ത, ലോകത്തിലെ രണ്ടാമതൊരു ജനതയെ ആക്രമിക്കാത്ത ഒരേ ഒരു ജനത ലോകത്തിലുണ്ടെങ്കിൽ അത് ഭാരതമാണ്, എൻ്റെ ഭാരതമാണ് എന്ന് വിളിച്ചു പറഞ്ഞ സ്വാമി വിവേകാനന്ദനുണ്ട്. ആ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ആ ഭാരതം പക്ഷേ ലോകത്തെ കീഴടക്കി. എങ്ങനെ? വേദാന്തം കൊണ്ട് കീഴടക്കി. അറിവിനെ കൊണ്ടാണ് ഭാരതം ലോകത്തെ കീഴടക്കിയത് എന്നർത്ഥം. അറിവ്, വേദാന്തം ഉയർന്നു നിന്നപ്പോൾ ഭാരതം വിജയിച്ചു. വേദാന്തത്തെ ഉപേക്ഷിച്ചപ്പോഴാണ് നാം പരാജയപ്പെട്ടത്. നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് അനേകം തവണ. എപ്പോഴാണ് ഭാരതം പരാജയപ്പെട്ടത്? എപ്പോഴാണ് ഭാരതം കീഴടക്കപ്പെട്ടത്? എപ്പോഴാണ് ഭാരതം അടിമയാക്കപ്പെട്ടത്? നാം വേദാന്തത്തെ ഉപേക്ഷിച്ചപ്പോൾ. വലിയ വായിൽ വേദാന്തം പറയുകയും ചെറിയ മനസ്സുമായി ജീവിച്ചിരുന്ന കാലവും നമുക്കുണ്ടായിരുന്നു. വലിയ വേദാന്തം പറയും, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയും, തത്വമസി എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും. ഇതെല്ലാം ബ്രഹ്മമാണ്, നീ അങ്ങോട്ട് മാറി നിൽക്കുക. അടുത്ത വാക്കതാ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുകയും, അല്ലെങ്കിൽ ഈശാവാസ്യമിതം സർവം, എല്ലായിടത്തും ഈശ്വരനാണെന്ന് പ്രസംഗിക്കുകയും അടുത്ത നിമിഷം തന്നെ നിന്നെ ആട്ടി അകറ്റുകയും ചെയ്യാൻ തയ്യാറാകുമ്പോൾ എവിടെ വേദാന്തം? എവിടെയാണ് വേദാന്തം? അതുകൊണ്ട് വേദാന്തം ജീവിക്കണം. പ്രായോഗിക വേദാന്തം എന്നുള്ളത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതാണ്. ആ വേദാന്തമുണ്ടെങ്കിൽ, വേദാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരത ജനത ജീവിച്ചപ്പോഴാണ് ഭാരതം ഉയർന്നു നിന്നത്. വേദാന്തത്തെ ഉപേക്ഷിക്കുകയും വാക്ക് വലുതാവുകയും മനസ്സ് ചെറുതാകുകയും ചെയ്തപ്പോൾ നാം പരാജയപ്പെട്ടു പോയി, ഭാരതം കീഴടക്കപ്പെട്ടു പോയി എന്നർത്ഥം. ഇന്നോളം ഭാരതം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ലോകത്തിൽ മറ്റാർക്കെങ്കിലും അത്തരമൊരാശയം മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മോശക്കാരായിരുന്നോ? ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രയും മഹത്തായ ആശയങ്ങൾ വയ്ക്കാൻ കഴിയുമായിരുന്നോ? ഏതാണ് ഭാരതം ലോകത്തിന് കൊടുത്ത സന്ദേശങ്ങൾ? ഏതാണ്? ഒത്തിരിയുണ്ട്. അതിലേതെങ്കിലും ഒന്നോ രണ്ടോ പറഞ്ഞെന്നാൽ, ലോകം ഒരു കുടുംബം എന്നുള്ള സങ്കല്പം, ലോകം ഒരു മാർക്കറ്റ് എന്ന് ഇന്ന് ലോകം മുഴുവൻ പറഞ്ഞു. ആഗോളീകരണം എന്ന് പറഞ്ഞാൽ ആഗോള മാർക്കറ്റാണ്, ആഗോള ചന്തയാണ് ഈ ലോകം മുഴുവൻ. ജനങ്ങൾക്ക് മുഴുവൻ വിൽപ്പനകളും കച്ചവടങ്ങളും കൊടുക്കൽ വാങ്ങലുകളും നടത്താൻ കഴിയുന്ന ചന്തയല്ല ആണ് ലോകം എന്ന് പറയുമ്പോൾ, ഭാരതം പറഞ്ഞത് ലോകം ഒരു കുടുംബം എന്നാണ്. കുടുംബത്തിൻ്റെ സവിശേഷത എന്താണ്? കുടുംബമായി മാറണമെങ്കിൽ സാഹോദര്യം നിലനിൽക്കണമെന്ന് നാം പറയുന്നില്ലേ? ആ സാഹോദര്യം നിലനിൽക്കണമെങ്കിൽ അതിനാദ്യം വേണ്ടത് അമ്മയാണ്. അമ്മ ഇല്ലാത്തടത്ത് സാഹോദര്യമുണ്ടാകുമോ? അമ്മ ഇല്ലാത്തടത്ത് കുടുംബമുണ്ടാകുമോ? അമ്മ ഇല്ലാത്തടത്ത് സംസ്കാരമുണ്ടാകുമോ? അമ്മ ഇല്ലാത്തടത്ത് നന്മയുണ്ടാകുമോ? നന്മയുണ്ടാകണമെങ്കിൽ, സാഹോദര്യമുണ്ടാകണമെങ്കിൽ, സേവനമുണ്ടാകണമെങ്കിൽ, ത്യാഗമുണ്ടാകണമെങ്കിൽ, മനുഷ്യത്വമുണ്ടാകണമെങ്കിൽ ആദ്യം അത് കുടുംബമായി മാറണം. അമ്മയുണ്ടാവണം. വസുധൈവ കുടുംബകം എന്നുള്ളത് ഭാരതം മുന്നോട്ട് വെച്ച മഹത്തായ ഒരാദർശമല്ലേ?
അതിൽ നമ്മൾ അഭിമാനം കൊള്ളേണ്ടതായിരുന്നില്ലേ? ഇത്രയും സുന്ദരമായ, ഇത്രയും വിപുലമായ ഒരാശയം ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച മറ്റൊരു ജനതയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാമോ? ഇത്രയും മഹത്തായ ഒരു സങ്കല്പത്തെ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ച രണ്ടാമതൊരു രാഷ്ട്രത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ? സാഹോദര്യം. അതുകൊണ്ടാണ് ആദ്യം പിറന്ന എൻ്റെ അമ്മയിൽ നിന്ന് ജനിക്കുമ്പോൾ ആ സ്ത്രീ മാത്രമാണ് എനിക്കമ്മ. അല്പനാൾ കഴിഞ്ഞെന്നാൽ അമ്മ എന്നുള്ളത് എന്നെ പ്രസവിച്ച സ്ത്രീ മാത്രമല്ല, പിന്നെയോ എന്നെ വളർത്തുന്നത് എന്തും എനിക്ക് അമ്മയായി മാറും. ഗോവ് പാല് തരുന്നത് കൊണ്ട് ഗോമാതാവായി മാറി, ഗീത അറിവ് തരുന്നത് കൊണ്ട് ഗീതാവായി മാറി, ഗീത മാതാവായി മാറി, പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ട് പ്രകൃതി മാതാവായി മാറി, ഭാരതത്തിൻ്റെ മക്കളായതുകൊണ്ട് ഭാരത മാതാവായി മാറി. പോരല്ലോ, ലോകം മുഴുവൻ ഭൂമാതാവ് എന്ന് നമ്മൾ വിളിക്കുന്നില്ല. ഈ ഭൂമി മനുഷ്യനും ജീവജാലങ്ങളെയും മുഴുവൻ സംരക്ഷിക്കുന്നത് കൊണ്ട് ഭൂമി വെറും കല്ലും മണ്ണുമല്ല, ഭൂമാതാവായി മാറി. അതുകൊണ്ടാണ് ഒരമ്മയുണ്ടാകുമ്പോഴാണ് സാഹോദര്യമുണ്ടാവൂ എന്നർത്ഥം. വസുധൈവ കുടുംബകം എന്ന മഹത്തായ ആദർശം ലോകത്തിൻ്റെ മുമ്പിൽ സംഭാവന ചെയ്ത ഒരു ജനതയ്ക്ക് അപകർഷതാബോധത്തിൽ തലകുമ്പിട്ട് നടക്കേണ്ടതുണ്ടോ? നമ്മൾക്ക് ഇതിന് തത്തുല്യമായ ഒരു വാക്യം പറയാൻ ലോകത്തിലെ രാഷ്ട്രീയക്കാരോട്, ലോക ജനതയോട്, ലോക മതങ്ങളോട്, ലോക രാഷ്ട്രീയക്കാരോട് വിളിച്ചു പറയുക. അതുപോലെ മറ്റൊന്നാണല്ലോ ലോകം മുഴുവൻ സുഖമനുഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു സന്ദേശം. ലോകം മുഴുവൻ സുഖമനുഭവിക്കട്ടെ എന്ന് സർവേപി സുഖിനസ്സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്ന് പറയുന്ന ഒരാദർശം ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ വെച്ചു. തത്തുല്യമായ ഒരാദർശം നിങ്ങൾക്ക് കണ്ടെത്താമോ? സർവ ജീവജാലങ്ങളും സുഖമനുഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു ജീവികൾക്കും ദുഃഖം വരാതിരിക്കട്ടെ, സർവേ സന്തു ആമയങ്ങളുണ്ടാകാതെ ഇരിക്കട്ടെ. ആമയം ദുഃഖമാണ്. ആരും ദുഃഖം അനുഭവിക്കാതിരിക്കട്ടെ, ഒരു ജീവിയും ദുഃഖം അനുഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് പലതും പ്രാർത്ഥിക്കുന്നുണ്ട്. ആവശ്യമായിരിക്കാം, വീട്ടുകാര്യവും നാട്ടുകാര്യവും മക്കളുടെ കാര്യവും ഒക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ ആ കൂടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഉറപ്പായും ഈ സത്രങ്ങളിൽ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട, നിത്യവും ഓർമ്മ വെക്കേണ്ട നമ്മുടെ മഹത്തായ സന്ദേശങ്ങളിലൊന്നായ സർവേപി സുഖിനസ്സന്തു സർവേ സന്തു നിരാമയ എന്ന മഹത്തായ ആ സന്ദേശം നിങ്ങൾ മറന്നു പോകരുത്. കാരണം അത് ലോകത്തിനുള്ള സന്ദേശമാണ്. അത്തരം മഹത്തായ ഒരു സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ഭാരതം എന്തിന് തലകുമ്പിട്ട് നടക്കണം? നമ്മളും നമ്മുടെ മക്കളും എന്തിനാണ് തലകുനിച്ച് നടക്കുന്നത്? നിങ്ങളുടെ മതം മോശമാണ് എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ തത്വശാസ്ത്രം കെട്ടതാണ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ പ്രാകൃതരാണ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ പിന്തിരിപ്പന്മാരാണ് എന്ന് പറയുമ്പോൾ, അല്ല എന്ന് വിളിച്ച് പറയുവാൻ നിങ്ങൾ തിരിച്ചു ചോദിക്കണം. നിങ്ങളുടെ മക്കൾ കോളേജിൽ പഠിക്കുന്ന, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നിങ്ങളുടെ മക്കൾക്ക് തിരിച്ചു ചോദിക്കാൻ കഴിയണം, ഇതിന് തത്തുല്യമായ ഒരു വാക്കു പറയൂ സഹോദരി, ഇതിന് തത്തുല്യമായ ഒരു സന്ദേശം പറയുക സഹോദര എന്ന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ കഴിയണം. ആ ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഈ ഒരാശയം പകർന്നു നൽകിയ ഭാരതമാണ് നിങ്ങൾക്ക് മേലെ നിൽക്കുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. മറ്റൊരാശയമാണല്ലോ, ലോകത്തിലെ എല്ലാ നല്ല ആശയങ്ങളും എന്നിലേക്ക് പ്രവഹിക്കട്ടെ. മറ്റാർക്കെങ്കിലും അത് പറയാൻ കഴിയുമോ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരു പ്രത്യയശാസ്ത്രത്തിന്, ഒരു മതം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? രണ്ടാമതൊരു മതം ലോകത്തിലെ എല്ലാ ആശയങ്ങളും എന്നിലേക്ക് വരട്ടെ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മതത്തെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ആ മതത്തിന് വെളിയിലുള്ളതല്ലാത്ത മറ്റെന്തെങ്കിലും ഇനി ഇതിലേക്ക് വരട്ടെ എന്ന് പറയാൻ ആനോ ഭദ്ര കൃതവോ എന്തു വിശ്വതഃ ഋഗ്വേദത്തിന്റെ മന്ത്രമാണ്. ആനോ ഭദ്ര കൃതവോ എന്ത് വിശ്വതഃ നളന്ദ സർവകലാശാലയുടെ മുദ്രാവാക്യമാണ്. ലോകത്തിലെ എല്ലാ സച്ചിന്തകളും വരട്ടെ. ചിന്തകൾ, നല്ല ചിന്തകൾ, നല്ല ആശയങ്ങൾ, നല്ല ദർശനങ്ങൾ, നല്ല തത്വങ്ങൾ, അത് ലോകത്തിലെല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ? അത് ആർക്കും വേണ്ടി പരിമിതപ്പെടുത്തേണ്ടതല്ല. അതുകൊണ്ട് അത്തരമൊരാശയം ലോകത്തിന് കൊടുത്താൽ പിന്നെ എൻ്റെ ആശയം മാത്രം മതി എന്ന് പറയുന്ന വഴക്കുണ്ടാകുമോ?
എൻ്റെ തത്വശാസ്ത്രം മാത്രം മതി എന്ന് പറയുന്ന സംഘർഷമുണ്ടാകുമോ? എൻ്റെ മതം മാത്രം മതി എന്ന് പറയുന്ന കലഹങ്ങളുണ്ടാകുമോ? എൻ്റെ ദൈവം മാത്രം മതി എന്ന് പറയുന്ന സംഘട്ടനങ്ങളുണ്ടാകുമോ? ലോകത്ത് മതസംഘർഷമില്ലാതിരിക്കണമെങ്കിൽ, ലോകത്ത് മതപരമായ ചേരിതിരിവുകൾ ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ഈ ആശയം നമ്മൾ ലോകത്തിന് പകർന്നു നൽകണ്ടേ? ആനോ ഭദ്ര കൃതവോ എന്ത് വിശ്വത എന്ന ആശയം ലോകത്തിന് കൊടുക്കണം. ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ധാരാളം യുവതീ യുവാക്കൾ. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ള ഒരു പ്രാർത്ഥന, ഇത്തരം ആശയങ്ങൾ എന്ത് എന്ന് നമ്മൾ ഇവിടെ നിന്നും അല്ലാതെ സ്വന്തമായും കേട്ടും വായിച്ചും പഠിച്ചും അറിഞ്ഞും അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുള്ള പ്രയത്നങ്ങളിൽ പങ്കാളിയാവണം. നമ്മൾ കെട്ടവരല്ല എന്ന് പഠിപ്പിക്കുവാൻ, നമ്മൾ മോശക്കാരല്ല, മറ്റാരെയും മോശക്കാരാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ മോശമല്ല എന്ന് നീ നിന്നെ തന്നെ താഴ്ത്തിക്കളയരുത് എന്ന് പറയുന്നില്ലേ? ആത്മൈവ ഹ്യാത്മനോ ബന്ധു എന്ന് പറയുന്നില്ലേ? നാം തന്നെയാണ് നമ്മുടെ ബന്ധു, നാം തന്നെ നമ്മുടെ ശത്രുവായി മാറരുത്. നമ്മുടെ ജനതയുടെ ശത്രുവായി നമ്മൾ തന്നെ മാറിയാൽ പിന്നെ ആര് രക്ഷിക്കും? അങ്ങനെ രക്ഷിക്കാതിരിക്കുന്നവർ മറ്റുള്ളവർ രക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മളെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ആശയങ്ങൾ എന്താണ് എന്ന് സ്വയം പഠിക്കുവാൻ പ്രചരിപ്പിക്കുവാനും കഴിയണം. ഇങ്ങനെ പറയാൻ കരുത്തുള്ള ഒരു ജനത ലോകത്തിലില്ല എന്ന് ഇത്തരമൊരു ആശയം പങ്കുവയ്ക്കാൻ കഴിയുന്ന മറ്റൊന്നുണ്ടല്ലോ, ഒരാശയം സത്യം തന്നെയാണ്. എല്ലാം സത്യമാണ്. ലോകത്തിലുള്ള എല്ലാ മതസങ്കല്പങ്ങളും സത്യമാണ്. എല്ലാ ഈശ്വര സങ്കല്പങ്ങളും സത്യമാണ്. വിദ്വാൻമാർ, അറിവുള്ളവർ, അതോരോ മുമ്പേ ഉദ്ഘാടകൻ പറഞ്ഞില്ലേ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആ അവസരത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഒരിക്കൽ ഇപ്പോൾ ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞില്ലേ, ശങ്കരൻ്റെ മതം തന്നെയാണ് നമ്മുടെയും മതം എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? ശങ്കരൻ്റെ മതം തന്നെയാണ് നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? ശങ്കരൻ്റെ മതം വേദാന്തമാണ്, അദ്വൈതമാണ്. അത് തന്നെയാണ് ഗുരുദേവനും പറഞ്ഞത്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾ മാറിപ്പോയത് എന്താണ്? പലരും ചർച്ച ചെയ്യുമ്പോൾ എത്താത്ത ഒരു കാര്യമാണ്. ശങ്കരൻ ചെയ്തതല്ലല്ലോ ഗുരുദേവൻ ചെയ്തത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ശങ്കരാചാര്യരുടെ കാലത്ത് ആശയമായിരുന്നു കീഴടക്കലിന് കാരണമായി മാറിയത്. ആശയങ്ങളായിരുന്നു വെല്ലുവിളികളായി ഉയർന്നു നിന്നത്. സംവാദങ്ങളും തർക്കങ്ങളും ഉണ്ടായപ്പോൾ അവിടെ ആയുധത്തിനല്ല പ്രസക്തി, ആശയത്തിനായിരുന്നു പ്രസക്തി. ആ ആശയത്തിൽ, ലോകത്തിൽ ഇന്നോളം കണ്ടെത്തിയിട്ടുള്ള ആശയത്തിൽ വേദാന്തത്തിന് തത്തുല്യമായ ഒരാശയത്തെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? സർവചരാചരങ്ങളിലും ഒരേ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന വേദാന്തത്തിൻ്റെ ദർശനത്തിന് തുല്യമായ ഒരാശയം, ആ ആശയം ഗുരുദേവന്റെ കാലമായപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ ആശയത്തെ ദൈനംദിന ജീവിതത്തിൽ പകർത്തേണ്ടി വരുന്നുണ്ടായിരുന്നു. കാലം മാറിപ്പോയി. അധപ്പതിച്ചത് ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, ആരാധനകളുടെ പേരിൽ പരസ്പരം ചവിട്ടിത്താഴ്ത്തിയപ്പോൾ അതിലുള്ള വേദാന്തം പ്രായോഗിക വേദാന്തമായിരുന്നു ഗുരുദേവന് സാമൂഹിക ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമുദായ ജീവിതത്തിൽ, മതജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിൽ, രാഷ്ട്ര ജീവിതത്തിൽ വേദാന്തം പ്രയോഗിക്കുകയായിരുന്നു വേണ്ടത്. ഗുരുദേവന്റെ കാലത്ത് അതായിരുന്നു വേണ്ടത്. പക്ഷേ അടിസ്ഥാനം വേദാന്തം തന്നെയായിരുന്നു എന്നർത്ഥം. ആ വേദാന്തം ഉദ്ഘോഷിച്ചത് ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്നുള്ളത്. സത്യം ഒന്നേ ഉള്ളൂ. ലോകത്തിൽ പറയുന്ന സത്യം, പ്രപഞ്ചത്തിന്റെ സത്യം ഒന്ന് മാത്രം. ഞാൻ പറയുന്നത് മാത്രം സത്യമെന്നല്ല. ലോകത്തിൽ പ്രപഞ്ചത്തിൻ്റെ സത്യം ഒന്നേ ഉള്ളൂ. അതറിവുള്ളവർ അതത് കാലത്ത് പല തരത്തിൽ വ്യാഖ്യാനിച്ചു എന്ന് മാത്രം. ഇങ്ങനെ ഒരാശയം ഭാരതത്തിൻ്റേതല്ലാതെ, ഹിന്ദുവിൻ്റേതല്ലാതെ, സനാതനധർമ്മത്തിൻ്റേതല്ലാതെ നിങ്ങൾക്കൊരാശയം ചൂണ്ടിക്കാണിക്കാമോ? ഒരാശയം തത്തുല്യമായതൊന്ന്. ഈ ആശയം ലോകത്തിന് കൊടുക്കണ്ടേ നമുക്ക്? ഈ ആശയമുള്ള ഭാരതം എന്തിന് തലകുമ്പിട്ട് നടക്കണം? എന്തിന് നിങ്ങൾ മോശക്കാരായി നടക്കണം? അതിനെ പലതായി പറയുകയായിരുന്നു. നാം വഴി കാട്ടിക്കൊടുക്കേണ്ടതില്ല, വഴി
വഴക്കടിക്കേണ്ടതില്ല എന്ന നമ്മുടെ ഋഷി. നിങ്ങളെന്തിനോ മാർഗത്ത് വഴിയുടെ പേരിൽ ഈശ്വരൻ്റെ പേരിൽ വഴക്കടിക്കുന്നത്? ഉപനിഷത്തിൽ ഒരു ചോദ്യമുണ്ട്, യാജ്ഞവൽക്യനോട് ഒരു ചോദ്യമല്ല, അനേകം ചോദ്യങ്ങളുണ്ട്. ആ ഓരോ ചോദ്യം എത്രയാണ് ഈശ്വരന്മാരെന്ന് ചോദിക്കുമ്പം ആദ്യം 1000 പറയും, പിന്നെ 100 കണക്കിന് പറയും, പിന്നെ യഥാർത്ഥത്തിൽ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എണ്ണം കുറയും. അങ്ങനെ കുറച്ച് വന്നാൽ അവസാനം യാജ്ഞവൽക്യൻ പറയുന്നത് വാസ്തവത്തിൽ 3 ഉള്ളൂ എന്ന് പറയും. 3 ദൈവങ്ങളുണ്ടോ, 3 ഈശ്വരന്മാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉത്തരം സത്യത്തിൽ 1 ഉള്ളൂ എന്നാണ്. നിങ്ങൾക്കൊരു1000 വ്യാഖ്യാനിക്കാം. നിങ്ങളുടെ മനോനിലയനുസരിച്ച്, നിങ്ങളുടെ സങ്കല്പമനുസരിച്ച്, നിങ്ങളുടെ ബുദ്ധിയുടെ വികാസമനുസരിച്ച്, നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച്, നിങ്ങൾക്ക് കിട്ടിയ പരിശീലനമനുസരിച്ച് നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ഈശ്വരനെ സങ്കല്പിക്കുവാനും ആരാധിക്കുവാനും സ്വാതന്ത്ര്യം കൊടുക്കുന്ന രണ്ടാമതൊരു ദർശനം, വേദാന്തത്തിൻ്റെതല്ലാത്ത ഒരു ദർശനം ലോകത്തിലുണ്ടോ? ആ വേദാന്തമാണ് പറയുന്നത്. ആ വേദാന്തം കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ പറ, ഈ വേദാന്തമാണ് ലോകത്തിന് കൊടുക്കാനുള്ളത്. ഉദ്ധരേത്, ലോകത്തിന് ഉയരാൻ കഴിയണമെങ്കിൽ, ദൈവത്തിൻ്റെ പേരിൽ വഴക്കടിക്കാതിരിക്കണമെങ്കിൽ ഈ വേദാന്തം ആണതിന് പരിഹാരമെന്ന്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഭാവി ലോകത്തിൻ്റെ മതം വേദാന്തമായിരിക്കും എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. കാരണം ഓരോ ദൈവത്തിൻ്റെ പേരിലും വഴക്കടിക്കാതിരിക്കും. ആ ദൈവവും ശരിയാണ്, ഈ ദൈവവും ശരിയാണ്, ഈ രൂപവും ശരിയാണ്, ആ രൂപമില്ലായികയും ശരിയാണ് എന്നൊക്കെ പറയാൻ കഴിയണമെങ്കിൽ ചെറിയ ചങ്കൂറ്റമൊന്നും പോരാ. കടുത്ത ആത്മവിശ്വാസം, ഉന്നതമായ ആത്മവിശ്വാസമുള്ള ഒരു ജനതയ്ക്ക് ഒരു ദർശനത്തിനെ പറയാൻ കഴിയൂ, നിന്റെ ഈശ്വരന്മാരും സത്യമാണ് എന്ന്. ആണോ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരികളോട് ചോദിച്ചു നോക്ക്, നിങ്ങളുടെ കൂട്ടുകാരന്മാരോട് ചോദിച്ചു നോക്ക്, യൂണിവേഴ്സിറ്റികളിൽ, സംവാദവേദികളിൽ, തർക്കവേദികളിൽ ചോദിച്ചു നോക്ക്. അതല്ലാതെ എൻ്റെ ഈശ്വരൻ മാത്രം ശരിയെന്ന് പറയുന്നതാണോ സംഘർഷത്തിന് കാരണം? അതല്ല. ഏത് ഈശ്വര സങ്കല്പവും സത്യമാണെന്ന് പറയുന്നതാണോ സംഘർഷമില്ലാതെയാകുവാൻ കാരണം? ആ ഒരു ആശയം പകർന്നു നൽകിയത് പോരാ. നമ്മുടെ ആചാര്യന്മാർ മറ്റൊന്നു കൂടി പറഞ്ഞു, മാർഗത്തിൻ്റെ പേരിലും വഴക്കടിക്കരുത്. മാർഗം പിന്നെ അതാണല്ലോ രണ്ടാമത്. ഈശ്വരൻ എന്നേ ഉള്ളൂ, പക്ഷെ ഏത് വഴി പോകണം? അത് ഞാൻ പറയുന്ന വഴിയേ പോകണം. മതങ്ങൾ മാർഗങ്ങളാണെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. മതങ്ങൾ മാർഗദർശികളാണ്. മതങ്ങൾ ഇവിടെ അങ്ങോട്ട് പോയാൽ ഇന്ന് മാവേലിക്കര എത്തും എന്നൊരു ബോർഡ് കണ്ടെന്നാൽ ആ ബോർഡല്ല ഈശ്വരൻ, ആ ബോർഡല്ല ഈശ്വരൻ. പിന്നെയോ ഈശ്വരൻ ഉള്ള സ്ഥലം വേറെയാണ് എന്നർത്ഥം. മാർഗദർശി, വഴി കൈ ചൂണ്ടി മാത്രമാണ് മതം. അപ്പോൾ ഒരൊറ്റ മതം. നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് അല്ലെ കോഴിക്കോട്ടേക്ക് പോകാൻ നിങ്ങൾക്കിവിടെ നിന്ന് ബസ് പിടിച്ചു പോകാം, നടന്നു പോകാം, പാസഞ്ചർ ട്രെയിനിൽ പോകാം, പൈസ കുറവാണെങ്കിൽ. അതല്ല ശകലം കൂടെ പൈസ ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തു പോകാം, അല്പം കൂടെ പൈസ ഉണ്ടെങ്കിൽ റിസർവ് ചെയ്തു പോകാം, നല്ല കാശുണ്ടെങ്കിൽ കാറിൽ പോകാം. അതല്ല അതിലും വലിയ കോടീശ്വരന്മാരാണെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ പോകാം കോഴിക്കോട്ടേക്ക് ഇന്ന വഴിയേ പോകാൻ പാടുള്ളൂ എന്ന് വഴക്ക് പിടിച്ചാൽ ആ വഴക്കടി സത്യമാണോ? ആ വഴക്ക് നേരാണോ? അത്രയും ബാലിശമല്ലേ? അതുകൊണ്ട് ഭാരതീയ ഋഷി വിളിച്ചു പറയുകയാണ്, മതങ്ങൾ മാർഗദർശികളാണ്. ഇഷ്ടമുള്ള യോ യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യാചലാം ശ്രദ്ധാം താമേവ വിധതാമ്യഹം. ഭഗവത്ഗീതയിലെ സന്ദേശമാണ്. ആര് ഏതേതീശ്വരനെയാണോ ആരാധിക്കുന്നത് അതീശ്വരന്മാരിലുള്ള ഭക്തിയെയും ശ്രദ്ധയെയും ഞാൻ ശക്തിപ്പെടുത്തുക തന്നെ ാണ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ പേര് വിളിച്ച് പ്രാർത്ഥിക്കണമെന്നില്ല എന്നർത്ഥം. യേ യഥാമം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. അതും ഭഗവത്ഗീതയുടെ സന്ദേശമാണ്. നിങ്ങൾ ഈ വഴിയേ പോകണം എന്ന് പറഞ്ഞാൽ ആ വഴിയും ശരിയാണ്, നിങ്ങൾ ഈ വഴിയേ പോകണം എന്ന് പറഞ്ഞാൽ ആ വഴിയും ശരിയാണെന്ന് പറയുന്ന ഭഗവത്ഗീതയുടെ സന്ദേശമല്ലേ ലോകത്തിൽ മതത്തിൻ്റെ പേരിൽ മാർഗത്തിൻ്റെ പേരിൽ കലഹങ്ങളും കലാപങ്ങളും വംശഹത്യകളും കൂട്ടക്കൊലകളും പീഡനങ്ങളും ഉണ്ടാകുന്നുവെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ ഈ ആശയം പകർന്നു നൽകുവാൻ, ലോകത്തിന് പകർന്നു നൽകുവാൻ
ലോകത്തിന് പകർന്നു നൽകുവാൻ. വിവേകാനന്ദ സ്വാമികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാ ആക്രമണകാരികളും ആക്രമിച്ചിട്ടും ലോകത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളും ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടും നമ്മളെ തച്ചു തകർക്കുവാൻ, മുച്ചൂടം മുടിക്കുവാൻ, കൊന്നൊടുക്കുവാൻ, കൊള്ളയടിക്കുവാൻ കടന്നു വന്നിട്ടും വീണ്ടും ഭാരതം അവശേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ആശയം ലോകത്തിന് കൊടുക്കുവാൻ ഭാരതം ജീവിച്ചിരിക്കണം. നാളെ ലോകം മുഴുവൻ കത്തിയമരാതിരിക്കണമെങ്കിൽ OB വിജയൻ്റെ ഒരു നോവലുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാർ ഇവിടെ ഇരിക്കുന്ന യുവതി യുവാക്കൾ അല്പം പൈസ കൊടുത്ത് ആ പുസ്തകം വാങ്ങണം. മധുരം ഗായതി എന്നാണ് നോവലിൻ്റെ പേര്. ഒരു ഉപനിഷത്ത് പോലെ വായിക്കാം. ഭൂഗോളത്തിൻ്റെ പകുതി ഭാഗം യന്ത്രങ്ങളെ കൊണ്ട് ഭൗതികവാദ തീ കൊണ്ട് കത്തി അമരുകയാണ്. ബാക്കി പകുതി ഭാഗം കിഴക്ക്, ലോകത്തിൻ്റെ ഭൂഗോളത്തിൻ്റെ കിഴക്കൻ ഭാഗം, അവിടെ നിന്ന് കത്തിയെരിയുന്ന പടിഞ്ഞാറൻ ഭാഗത്തേക്ക് സാന്ത്വനത്തിൻ്റെ സന്ദേശവുമായി മന്ത്രവുമായി ആകാശമാർഗെ കടന്നു പോകുന്ന വടവൃക്ഷത്തിൻ്റെ ഛായയിൽ ആ വടവൃക്ഷത്തെ പ്രണയിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് മധുരം ഗായതിയിൽ പറയുന്നത്. കത്തി അമരുന്ന ഭൂഗോളത്തിനെ സാന്ത്വനീകരിക്കുവാൻ, സമാശ്വാസം നൽകുവാൻ, ആശ്വാസത്തിൻ്റെ തെളിനീര് വീഴ്ത്തി അവിടെ സമാധാനത്തിനെ വീഴ്ത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന മഹത്തായ സന്ദേശം ലോകത്തിന് കൊടുക്കുവാൻ കഴിയണമെങ്കിൽ ഭാരതം ജീവിച്ചിരിക്കണം. അവിടേക്ക് ഈ പറയുന്ന ആശയം കൊടുക്കുവാൻ ആത്മവിശ്വാസമുള്ള യുവതികളും യുവാക്കളും ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഈ ആശയങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാലത്തും ഇത്തരം അനേകം ആശയങ്ങളുണ്ട്. ഞാൻ ആശയങ്ങൾ മുഴുവൻ പറയാനല്ല, ഇത്തരം മഹത്തായ ആശയങ്ങൾ നമുക്ക് ലോകത്തിന് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അപകർഷതാബോധം വലിച്ചെറിഞ്ഞ് ഭാരതീയ സംസ്കൃതിയിൽ അഭിമാനമുള്ളവരായി മാറണം. പോരാ, അഭിമാനമുണ്ടാകണമെങ്കിൽ അറിവ് നേടണം. അറിവില്ലായ്മയിൽ നിന്നാണ് അപകർഷതാബോധമുണ്ടാവുന്നത്. അറിവില്ലായ്മയിൽ നിന്നാണ് അടിമത്തമുണ്ടാവുന്നത്. എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാരതം അടിമയായിപ്പോയി? ഉച്ചനീചത്വം ഉണ്ടായി എന്നാണെങ്കിൽ, ജാതീയമായ അടിച്ചമർത്തലുകൾ ഉണ്ടായെങ്കിൽ അറിവില്ലാതെ പോയതാണ്. അതുകൊണ്ട് അറിവ് നഷ്ടപ്പെട്ട ജനത അറിവ് പിടിച്ചു വാങ്ങുക, വേദാന്തത്തിൻ്റെ അറിവ് പിടിച്ചു വാങ്ങി ആ അറിവിൽ അഭിമാനമുള്ളവരായി മാറി ആ അറിവ് ലോകത്തിന് സംഭാവന ചെയ്യുവാൻ, വിതരണം ചെയ്യുവാൻ കഴിയുന്ന ആത്മവിശ്വാസമുള്ള തൻ്റേടികളായ വിദ്യാസമ്പന്നരായ യുവതീ യുവാക്കളായി മാറുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കഴിയണം. മതങ്ങൾ മാർഗദർ യഥോ ധർമ്മസ്തോ ജയ ഭാരതത്തിൻ്റെ ഒരു സന്ദേശമാണ്. നിങ്ങൾക്ക് തത്തുല്യമായ ഒരു സന്ദേശം ലോകത്തിലേതെങ്കിലും ഭരണവ്യവസ്ഥയിൽ കാണിച്ചു തരാമോ? ഭരണവ്യവസ്ഥയിൽ സുപ്രീം കോടതിയുടെ മോട്ടോ ഓഫ് ദി സുപ്രീം കോർട്ട്, അതിൻ്റെ മോട്ടോ ഇതാണ്, യഥോ ധർമ്മസ്തോ ജയ. നിയമം ഏതാണോ അത് തലനാരിഴ കീറി നിങ്ങൾ വിധിക്കണമെന്നല്ല. പിന്നെയോ ധർമ്മം എവിടെയാണോ അവിടെയാണ് നിങ്ങൾ നീതി കൊടുക്കേണ്ടത് എന്ന പറയുന്നത് ഭഗവത്ഗീതയുടെ സന്ദേശമാണ്. യഥോ മഹാഭാരതത്തിൻ്റെ സന്ദേശമാണ്. യഥ കൃഷ്ണ തതോ ധർമ്മ, യഥോ ധർമ്മസ്തതോ ജയ. എവിടെയാണോ കൃഷ്ണനുള്ളത് അവിടെ ധർമ്മമുണ്ടായിരിക്കും. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ വിജയമുണ്ടായിരിക്കും. ആ ധർമ്മത്തിൻ്റെ സന്ദേശം ലോകത്തിന് കൊടുക്കാൻ നമ്മൾ ഉണ്ടാവണ്ടേ? നിങ്ങളുടെ മക്കൾക്ക് കഴിയണ്ടേ? ഇങ്ങനെയുള്ള അനേകം ആശയങ്ങൾ, ആദർശങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യാൻ വേണ്ടിയാണ് നാം ജീവിച്ചിരിക്കുന്നത്. ഇതേത് കാലത്തും അപ്രസക്തമാണോ? ഞാനീ പറഞ്ഞ ഏതാനും ആശയങ്ങൾ ലോകത്തിൽ എവിടെയെങ്കിലും കൊള്ളരുതാത്തതാണോ? ഏത് കാലത്താണ് ഇത് ചേരാത്തത്? അതുകൊണ്ടാണ് ഇതിനെ സനാതനധർമ്മം എന്ന് പറയുന്നത്. എല്ലാ കാലത്തും ഈ ആശയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. എല്ലാ കാലത്തും ഏത് ജനതയിലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരം ആശയങ്ങളെ സനാതനധർമ്മം എന്ന് പറയുന്നത്. അത് കേവലം ചില ജാതികളും ആചാരങ്ങളുമല്ല. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ആശയങ്ങൾക്കപ്പുറം അതത് മേഖലയിൽ പറയാവുന്ന മറ്റൊരാശയം ഉണ്ടോ എന്ന് നിങ്ങളുടെ സഹപാഠികളോട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇതിനനുസരിച്ച് ജീവിച്ചിരുന്നപ്പോഴാണ് നാം മുന്നേറിയത്. ഇത് മറന്നപ്പോഴാണ് നാം പരാജയപ്പെട്ടത്. ഇതിനനുസരിച്ച് ജീവിച്ചപ്പോഴൊക്കെ ഭാരതം വിജയിക്കുകയാണ് ചെയ്തത്. നാം എന്തിനു മറ്റു ജനതകളുടെ പിന്നാലെ പോകണം?
നമ്മൾ മോശക്കാരാണെങ്കിൽ മറ്റുള്ളവരെ അനുകരിക്കേണ്ടി വരും. നമ്മൾ എന്തിന് അനുകരിക്കാൻ പോകണം? അതിനാവശ്യമായത് മറച്ചു വെക്കപ്പെട്ട മറ്റ് ജനതയുടെ പിന്നാലെ പോകേണ്ടാത്തത്ര അറിവും കഴിവും ഭാരതത്തിനുണ്ടായിരുന്നു. നമ്മുടെ ചരിത്രം അതാണ്. മറയ്ക്കപ്പെട്ട അറിവ് പിടിച്ചു വാങ്ങുക, നിഷേധിക്കപ്പെട്ട ആശയങ്ങളെ നിങ്ങൾ വീണ്ടെടുക്കുക. ആ അറിവ് വീണ്ടെടുത്ത് അതിനാവശ്യം നമ്മൾ തന്നെ ആ അറിവിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ ഒരു അറിവുണ്ടെന്ന് ചിന്തിക്കേണ്ടി വരും. രണ്ടാമത് ആ ആശയങ്ങളെ പഠിക്കേണ്ടി വരും. ആ ആശയങ്ങളെ ലോകത്തിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാൻ വേണ്ടി ആദ്യം നിങ്ങളത് പഠിക്കണം. അത്തരം ആശയങ്ങളുണ്ട് എന്ന് മനസ്സിലാവണ്ടേ? അതിനാദ്യം അറിവ് നേടണം. അറിവ് നേടണമെങ്കിൽ നിങ്ങൾ വ്യാജ പാഠങ്ങൾ ഉപേക്ഷിക്കണം. വ്യാജ നരേറ്റീവുകളെ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളെ പഠിപ്പിച്ച 2-3 വിഡ്ഢിത്തം വിശദീകരിക്കാനല്ല, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, അതിൻ്റെ ചരിത്രമൊന്നും പറയേണ്ടതില്ല. ഒന്ന്, നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയത് സായിപ്പന്മാരിവിടെ വന്നതിന് ശേഷമാണെന്നല്ലേ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടായത് പാശ്ചാത്യരിവിടെ വന്നതുകൊണ്ടാണ് പള്ളിക്കൂടങ്ങളുണ്ടായത് എന്നാണ്. അതിരിക്കട്ടെ, അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊരു വ്യാജ പാഠം എന്താണ്? നമ്മൾ വ്യാവസായികമായി പുരോഗമിച്ചത് യൂറോപ്യന്മാരിവിടെ വന്നതിന് ശേഷമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യ നമുക്കുണ്ടായത് അവർ വന്നതിന് ശേഷമാണ്. മറ്റൊന്ന് വാണിജ്യം, കച്ചവടവും മറ്റും വാണിജ്യങ്ങളുമൊക്കെ നമ്മൾ ഏറ്റവും ദരിദ്രരായിരുന്നു. മറ്റുള്ളവരാണ്, യൂറോപ്യന്മാരാണ്, പാശ്ചാത്യരാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചത് എന്നാണല്ലോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ, നിങ്ങളുടെ കോളേജിൽ പഠിച്ചിരിക്കുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇവിടെ ഇരിക്കുന്നതിൽ 100% ഏതാണ്ട് സാക്ഷരരാണ് എന്ന് പറഞ്ഞാൽ സാമാന്യം വിദ്യാഭ്യാസമുള്ളവരാണ്. അതിൽ തന്നെ നല്ല വിദ്യാഭ്യാസം നേടിയവരും നേടിക്കൊണ്ടിരിക്കുന്ന യുവതീ യുവാക്കളുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി പഠിക്കാൻ ഞാനൊരു 3-4 പുസ്തകങ്ങൾ പറയാം. ദയവായി നിങ്ങൾ അത് മേടിച്ച് വായിച്ച് പഠിക്കണം എന്നർത്ഥം. ഒന്ന്, ദ കേസ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഭാരതീയൻ എഴുതിയതേ അല്ല, ഭാരതത്തെക്കുറിച്ച് പോരാ, ലോക നാഗരികതയെക്കുറിച്ച് സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന ബൃഹത്തായ ഗ്രന്ഥ പരമ്പര എഴുതിയ വിൽ ഡൂറന്റ് എന്ന് പറയുന്ന അമേരിക്കൻ ഹിസ്റ്റോറിയനുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ കേസ് ഫോർ ഇന്ത്യ എന്നത്. ആ പുസ്തകത്തിൽ അനേകം കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. പാശ്ചാത്യർ ഭാരതത്തിലേക്ക് കടന്നു വന്ന് അന്ന് അതിസമ്പന്നമായിരുന്ന ഭാരതത്തെ കൊള്ളയടിച്ച് കൊണ്ടുപോയ കോടാനുകോടി സമ്പത്തിൻ്റെ കണക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളോളം കൊള്ളയടിക്കുവാനുള്ള അതിബൃഹത്തായ സമ്പത്തുണ്ടായിരുന്ന ഒരു മഹാരാജ്യം, മഹാജനത ആയിരുന്നു ഭാരതം എന്ന് 18-ാം നൂറ്റാണ്ട് വരെ, 11-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഭാരതമായിരുന്നു എന്ന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുകിൽ ഭാരതം അല്ലെങ്കിൽ ചൈനയായിരുന്നു 1-ാമത്തെയും 2-ാമത്തെയും സ്ഥാനം. ഈ 9 നൂറ്റാണ്ട് കാലമുണ്ടായിരുന്ന സാമ്പത്തിക മേഖലയിൽ ലോകത്തിലെ ആകെ കയറ്റുമതിയുടെ 40% ഭാരതത്തിൻ്റെതായിരുന്നു എന്നത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കേന്ദ്രം ഭാരതത്തിലായിരുന്നു എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ വസ്ത്രനിർമ്മാണവും കയറ്റുമതിയും നടത്തിയിരുന്ന രാജ്യം ഭാരതമായിരുന്നു എന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ഒരു തീപ്പെട്ടിക്കുള്ളിൽ പോലും ഒതുക്കി വെക്കാൻ കഴിയുന്ന സാരികൾ നിർമ്മിച്ചിരുന്ന, കൈകൊണ്ട് നിർമ്മിച്ചിരുന്ന അതിബൃഹത്തായ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്ന നാടാണ് ഭാരതമെന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ, അന്ന് കപ്പലായിരുന്നു ഏറ്റവും വലിയ ഒരു വ്യവസായമായി. കാരണം വാണിജ്യങ്ങൾക്ക്, സഞ്ചാരങ്ങൾക്ക് കപ്പലായിരുന്നുവല്ലോ. വിമാനമുണ്ടാവുന്നതിന് മുൻപ് ആ കപ്പലുകൾ ഉണ്ടാക്കി. കപ്പൽ ഛേദമുണ്ടായാൽ എന്ന് വെച്ചാൽ മഞ്ഞുപാളികളിൽ തട്ടി കപ്പൽ തട്ടി തകർന്നാൽ ആ കപ്പൽ ഛേദത്തെ അതിജീവിച്ച് തകർന്ന ഭാഗം ഉപേക്ഷിച്ച് ബാക്കി ഭാഗം കൊണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയുള്ള കപ്പൽ നിർമ്മാണം നടത്തിയിരുന്നത് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഭരണത്തിന് വന്ന ബ്രിട്ടീഷുകാർക്ക് പോലും കപ്പൽ നിർമ്മിച്ച് നൽകിയിരുന്നത് ഭാരതത്തിൽ നിന്നായിരുന്നു എന്ന വ്യാവസായിക തുണിയുടെയും കപ്പലിൻ്റെയും അടക്കമുള്ള വ്യവസായങ്ങളുടെ കണക്ക് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റുമതിയും സാമ്പത്തിക
സാമ്പത്തിക ശേഷിയും ഉണ്ടായിരുന്ന രാജ്യമാണ് 18-ാം നൂറ്റാണ്ട് വരെ ഭാരതം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദയവായി ഒരു പുസ്തകം മേടിച്ച് വായിക്കുക, വലിയ വലുതൊന്നുമല്ല, ദ കേസ് ഫോർ ഇന്ത്യ. രണ്ടാമതൊരു പുസ്തകമുണ്ട്, എങ്ങനെയാണ് ഭാരതത്തെ കൊള്ളയടിച്ച് നശിപ്പിച്ചത് എന്നുള്ളതിന് ഭാരതത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന KM മുൻഷി എഴുതിയ ദ റൂയിൻ ദാറ്റ് ബ്രിട്ടൻ റോട്ട്, WROUGHT, ദ റൂയിൻ ദാറ്റ് ബ്രിട്ടൻ റോട്ട് എന്നൊരു പുസ്തകം, ചെറിയ പുസ്തകമാണ്, വിദ്യാഭവൻ ഇറക്കിയതാണ്, ഭാരതീയ വിദ്യാഭവൻ. ആ പുസ്തകത്തിലും ഇതേ കണക്കുകൾ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരു മലയാള പുസ്തകമുണ്ട്, നമ്മുടെ ശശി തരൂർ എഴുതിയതാണ്, ഇരുളടഞ്ഞ കാലം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പുസ്തകത്തിലെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. മറ്റൊരു പുസ്തകം ദ ബ്യൂട്ടിഫുൾ ട്രീ. നമ്മൾ കേട്ടിട്ടുണ്ട് ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിന് പോയത്. അവിടെ വട്ടമേശ സമ്മേളനത്തിന് പോയി, ആദ്യ വട്ടമേശ സമ്മേളനത്തിന് പോയപ്പോൾ അർദ്ധനഗ്നനായ ഫക്കീർ അവിടെ നടത്തിയ ആദ്യത്തെ പ്രസ്താവന എന്തായിരുന്നു എന്നറിയുമോ? നിങ്ങൾ ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ നാട്ടിലൊരു സുന്ദര വൃക്ഷമുണ്ടായിരുന്നു, ആ സുന്ദര വൃക്ഷത്തിൻ്റെ അടിവേരറുത്തു എന്ന മഹാപാപമാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞു. ആ ബ്യൂട്ടിഫുൾ ട്രീ എന്നതിനെ കേന്ദ്രീകരിച്ച് ധരംപാൽ എന്ന ആളെഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ദ ബ്യൂട്ടിഫുൾ ട്രീ. എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്നറിയുമോ? ഭാരതത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ പദ്ധതികളുടെ കണക്കാണ് ബ്രിട്ടീഷ് കളക്ടർമാർ ശേഖരിച്ച കണക്ക്. ഓരോ പ്രദേശത്തും എത്ര വിദ്യാലയം, എത്ര കലാലയം, അവിടുത്തെ വിഷയങ്ങൾ ഏതായിരുന്നു, അവിടുത്തെ അധ്യാപകരാരായിരുന്നു, പഠിച്ച വിദ്യാർത്ഥികൾ ആണുങ്ങൾ എത്ര, പെണ്ണുങ്ങൾ എത്ര, ഓരോ ജാതിയിലും പെട്ടത് നമ്പൂതിരിമാരാരുണ്ടായിരുന്നു, അല്ലാത്ത ജാതിക്കാരാരുണ്ടായിരുന്നു, മുസ്ലിങ്ങൾ എത്രയുണ്ടായിരുന്നു, കീഴ്ജാതിക്കാർ ഇന്നത്തെ കണക്ക് പറഞ്ഞാൽ OBC എത്രയുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കണക്കും വെച്ച് ഓരോ ജില്ലയുടെ കളക്ടർമാർ ശേഖരിച്ച അതത് ജില്ലയിലുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കണക്കുകളുടെ സമാഹാരമാണ് ദ ബ്യൂട്ടിഫുൾ ട്രീ. ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേരോടെ അറുത്തു കളഞ്ഞ് ഇംഗ്ലീഷ് പഠിച്ചാലേ ജോലി കിട്ടൂ എന്നാക്കി ഭാരതീയ വിദ്യാഭ്യാസ പദ്ധതിയെ തകർത്തത് ആരാണ്? കോഴിക്കോട്, ഇന്നത്തെ മലബാർ ജില്ലയിൽ മാത്രം 200 കൊല്ലം മുൻപ് 565 വിദ്യാലയങ്ങൾ ഒരു ജില്ലയിലുണ്ടായിരുന്നു. 565 വിദ്യാലയങ്ങൾ ഒരു ജില്ലയിലുണ്ടായിരുന്നു. മോശമായിരുന്നു നമ്മൾ? അത്രയും ഉന്നതമായ വിപുലമായ പ്രാദേശിക, പക്ഷെ അതെല്ലാം കളരികളായിരിക്കാം, ഒരുപക്ഷെ വീടുകളിലായിരിക്കാം, അല്ലെങ്കിൽ സമുദായ ആചാര്യന്മാരായിരിക്കാം പഠിപ്പിക്കുന്നത്. ആര് പഠിപ്പിക്കുന്നു എന്നല്ല പഠിപ്പിക്കുന്ന വിഷയം. ഇവിടെ ഇരിക്കുന്ന കാരണവന്മാര്, അപ്പനപ്പൂപ്പന്മാര്, ഇവിടെ ഇരിക്കുന്നവരുടെ അപ്പനപ്പന്മാരോട് ചോദിച്ചു നോക്ക്, എത്ര വിദ്യാഭ്യാസം കുറഞ്ഞവരും അവർ പറയും സിദ്ധരൂപം പഠിച്ചിട്ടുണ്ടോ എന്ന ആദ്യ ചോദ്യം, അമരം പഠിച്ചിട്ടുണ്ടോ എന്ന രണ്ടാമത്തെ ചോദ്യം. അങ്ങനെയാണല്ലോ വഞ്ചി കടക്കാൻ നേരത്ത്, വള്ളത്തിൽ ഒരാളെ കടത്താൻ നേരത്ത് വഞ്ചി ഊന്നിക്കൊണ്ടിരുന്ന കടത്തുകാരനോട് ഒരു പണ്ഡിതൻ, ശാസ്ത്രി ഉണ്ടായിരുന്നു വള്ളത്തിൽ, വേറെ 3-4 പേരുമുണ്ട്. ശാസ്ത്രി ചോദിച്ചു, വള്ളക്കടത്തുകാരനോട് ചോദിച്ചു, അല്ല നീ സിദ്ധരൂപം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, സിദ്ധരൂപം പഠിച്ചിട്ടില്ല. എന്നാൽ പകുതി ജന്മം പോയല്ലോടാ എന്നായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശാസ്ത്രി വീണ്ടും ചോദിച്ചു, അല്ല നീ ആദ്യം ചോദിച്ചത് അമരകോശം പഠിച്ചിട്ടുണ്ടോന്ന്, അതാ കുറച്ചുകൂടെ കൂടിയത്, അത് പഠിച്ചിട്ടില്ല, പകുതി ജന്മം പാഴായി എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശാസ്ത്രി ചോദിച്ചു, അല്ല സിദ്ധരൂപം എങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതും പഠിച്ചിട്ടില്ല. അപ്പോൾ വീണ്ടും ഉള്ളതിൻ്റെ പകുതിയും കൂടെ പോയല്ലോ, അപ്പോൾ 1/4 പങ്കും പോയി എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം കാറ്റും കോളും ഒക്കെ വരുന്ന, മഴ പെയ്യും കാറ്റടിക്കും എന്ന് തോന്നിയപ്പം വള്ളക്കാരൻ ശാസ്ത്രിയോട് ചോദിച്ചു, നീന്തൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, മുഴുവൻ ജീവിതവും പോയല്ലോ എന്നായി. അങ്ങനെയാണ് മുഴുവൻ ജീവിതവും പോയി. ഞാൻ പറഞ്ഞത് ഈ സിദ്ധരൂപവും അമരകോശവും പോലും ഏറ്റവും താഴേക്കിടയിലെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉണ്ടായിരുന്നതാണ്. അത്രയും ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഭാരതം കെട്ടുപോയത് എങ്ങനെയാണ്, ആരാണ് നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയത് എന്ന് നാം അറിയണം. ആരാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് കളഞ്ഞത് എന്നറിയേണ്ടതുണ്ട്. എവിടെയാണ് നമ്മുടെ വ്യവസായങ്ങൾ തകർക്കപ്പെട്ടത് എന്നറിയണം. നാം നമ്മെ അറിയണം എന്നർത്ഥം. നാം നമ്മെ അറിയാതെ നമ്മളിൽ വിശ്വാസമുണ്ടാകുമോ? നാം നമ്മളെ അറിയാതെ നാം നമ്മളെ അറിയുക. കുറേ ജാതികളും അന്ധവിശ്വാസങ്ങളും മാത്രമാണ് ഹിന്ദുത്വമെന്നോ സനാതനധർമ്മമെന്നോ വിചാരിച്ചു പോയാൽ അപകർഷതാബോധം മാത്രമേ ഉണ്ടാവൂ. 1969 CV രാമൻ ആരാണെന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ആ CV രാമൻ ഒരു ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ബിരുദക്കാരോട് പ്രസംഗിക്കവേ CV രാമൻ പറഞ്ഞു, നമുക്ക് പലതും ഇല്ലാതെ പോയി
എന്ന് വിലപിക്കാം. എന്നാൽ ഉറപ്പായിട്ടും ഉണ്ടെന്ന് പറയാവുന്നത് അപകർഷതാബോധമാണ്. നമുക്കതില്ല, നമുക്ക് സമ്പത്തില്ല, നമുക്ക് വ്യവസായമില്ല, നമുക്ക് വിദ്യാഭ്യാസമില്ല എന്നൊക്കെ അതുമില്ല, ഒന്നുമില്ല എന്ന് വിലപിക്കാം. പക്ഷേ സി വി രാമൻ പറഞ്ഞു നമുക്ക് ഉറപ്പായിട്ടുമുണ്ട് എന്ന് അവകാശപ്പെടാവുന്നതൊന്ന് നമ്മുടെ അപകർഷതാബോധമാണ് എന്നാ സി വി രാമൻ പറഞ്ഞത്. ഈ അപകർഷതയെ അകറ്റാൻ ഭാരതത്തിൽ സുപ്രഭ ചൊരിയുന്ന ഒരു പന്തം കൊളുത്തുക എന്ന വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. അറിവുകേട് മാറാൻ, അന്ധതയില്ലാതെയാക്കുവാൻ, അപകർഷതാബോധമെന്ന അജ്ഞാനത്തെ അകറ്റുവാൻ നിങ്ങൾ വിലപിക്കുകയല്ല വേണ്ടത്. പിന്നെ എന്തു വേണം? അന്ധത അകറ്റാൻ തിരികൊളുത്തണം. ഓരോ ഗ്രാമങ്ങളിലും നിങ്ങൾക്ക് നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ യുവജനങ്ങളുടെ, തലമുറകളുടെ, കുട്ടികളുടെ ഉള്ളിലുള്ള, യുവതി യുവാക്കളുടെ, വിദ്യാസമ്പന്നരുടെ ഉള്ളിലുള്ള ഈ അപകർഷതാബോധമാകുന്ന അന്ധതയെ കെടുത്തിക്കളയാൻ, തകർത്ത് കളയാൻ ആകെ ചെയ്യേണ്ടത് ഒന്നു മാത്രമേ ഉള്ളൂ. ഒരു പന്തം കൊളുത്താൻ നിങ്ങൾ തയ്യാറാണോ? ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുമോ? ആഴ്ചയിൽ ഒരു ദിവസം, വേണ്ട മാസത്തിലൊരു ദിവസം ഈ അമ്പലത്തിൻ്റെ പരിസരങ്ങളിലോ മറ്റെവിടെയെങ്കിലും ഒരു 10-25 ചെറുപ്പക്കാരെ, കണ്ടമാനം ആൾക്കാരെ വേണ്ട, ഒരു 25 ചെറുപ്പക്കാരെ, യുവതി യുവാക്കളെ ഒന്നിച്ചു കൂട്ടിയിരുന്ന്, മൈക്ക് വേണ്ട, വേദി വേണ്ട, ഒന്നും വേണ്ട, വട്ടത്തിലിരുന്ന് നമ്മുടെ വിജ്ഞാനങ്ങളെക്കുറിച്ച്, നമ്മുടെ ശാസ്ത്രങ്ങളെക്കുറിച്ച്, നമ്മുടെ ദർശനങ്ങളെക്കുറിച്ച്, നമ്മുടെ ഉപനിഷത്തിനെ കുറിച്ച്, നമ്മുടെ ഭഗവത്ഗീതയെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ, മനനം ചെയ്യുവാൻ, സംവദിക്കുവാൻ, അറിവ് നേടുവാൻ, അതിലടക്കി വച്ചിരിക്കുന്ന മഹത്തായ അറിവിൻ്റെ മുത്തുകളെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് പണിയെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം. പ്രസംഗം കേൾക്കുവാൻ എളുപ്പമാണ്, അധ്വാനിക്കുവാൻ ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഏറെയായിരിക്കും. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഇതാണ്: ആക്ട് ഓൺ ദി യങ് മെൻ, bring them together and organize them. യുവതി യുവാക്കളുടെ ഇടയിൽ നിങ്ങൾ പ്രവർത്തിക്കുക, അവരെ കൂട്ടിക്കൊണ്ടുവരിക, അവരെ സംഘടിപ്പിക്കുക, അവരുടെ മുമ്പിൽ ചർച്ച ചെയ്യുക. നിങ്ങൾ 20-25 പേരിരുന്ന് ചർച്ച ചെയ്താൽ ആ ചർച്ചയിൽ നിന്ന് മഹത്തായ സൃഷ്ടികളുണ്ടാവും, മഹത്തായ വിജയങ്ങളുണ്ടാവും. ലോകം കീഴടക്കിയ വിവേകാനന്ദൻ എങ്ങനെയാണ് അവിടെ പോയതെന്ന് നിങ്ങൾക്കറിയുമോ? മദ്രാസിലെ ഒരു പറ്റം വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, നിങ്ങൾ വിവേകാനന്ദ സ്വാമികൾ എഴുതിയ കത്തുകളുണ്ട്, അത് മേടിച്ചു വായിക്കണം. അതിനകത്ത് അളസിംഗപ്പെരുമാൾ എന്ന് പറയുന്ന ഒരു വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരനാണ് വാസ്തവത്തിൽ വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോയിൽ പോകാൻ കാരണക്കാരൻ. അത്തരം ഒരു പറ്റം ചെറുപ്പക്കാരാണ് വിവേകാനന്ദന്റെ പിന്നിൽ നിന്ന് അദ്ദേഹത്തിനെ ആകാശത്തോളം എടുത്തുയർത്തിയത്. അത്തരമൊരു പ്രവർത്തനം നടത്താൻ വിവേകാനന്ദനാകുന്നതിന് മുൻപ് നിങ്ങൾക്ക് അളസിംഗപ്പെരുമാളാകാൻ കഴിയുമോ? നിങ്ങൾക്ക് ഈ യുവതി യുവാക്കൾക്ക് ഒരു 25-50 പേരെ കൂട്ടിയിരുത്തി ഇത്തരമൊരു പ്രവർത്തനം നടത്തുവാൻ, അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പാണ് ഭാരതം വീണ്ടും ലോകത്തിന്റെ മുൻപിൽ ഉയർന്നു വരും. പക്ഷേ പണിയെടുക്കണം, വേർക്കണം. ഗച്ഛൻ പിപീലികോ യാതി യോജനാനാം ശതാന്യപി അഗച്ഛൻ വൈനതയോപി പദമേകം നഗച്ഛതി എന്ന് നമ്മുടെ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. പിപീലിക ഉറുമ്പാണ്. പുറപ്പെടാൻ തീരുമാനിക്കുന്ന ഉറുമ്പ് പുറപ്പെട്ടാൽ യോജന, 100 കണക്കിന് 1000 യോജന താണ്ടും ഉറുമ്പ്. അത് മെല്ലെ ആയിരിക്കാൻ പോകുന്നത്, പക്ഷെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര കാലം കൊണ്ടാണെങ്കിലും അത് അനേകം മൈലുകൾ താണ്ടും, അനേകം യോജനകൾ താണ്ടും. പക്ഷേ അഗച്ഛൻ വൈനതയോപി പദമേകം നഗച്ഛതി. വലിയ ഗരുഡനാണ്, നിമിഷം കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടാൻ കഴിവുള്ള ഗരുഡൻ. പുറപ്പെടാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ ഒരു പദം പോലും മുൻപോട്ട് വെക്കാൻ കഴിയില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോടാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്: പുറപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ? പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഭാരതത്തിൻ്റെ മഹത്തായ ഈ വേദാന്തത്തിൻ്റെ ഉപനിഷത്ത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഭയം. എന്തിൽ നിന്നാണ് ഭയം? നാരായണ ഗുരുദേവൻ ചോദിച്ചു, എന്തിൽ നിന്നാണ് ഭയം എന്നൊരു ശിഷ്യനോട് ചോദിച്ചു. ആ ശിഷ്യൻ മിണ്ടാതെ നിന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, രണ്ടാമതൊന്നിൽ നിന്നാണ് ഭയം. രണ്ടാമതൊന്നുണ്ടെന്ന് ചിന്തിക്കുമ്പോഴാണല്ലോ ഭയമുണ്ടാവുന്നത്. ഭയമില്ലാതെയാകുവാൻ അഭി എന്ന വാക്ക് ലോകത്തിലും നെറുകയിലേക്ക് പൊട്ടുവീണ ഒരേ ഒരു വാക്കുണ്ടെങ്കിൽ അത് അഭയം എന്ന വാക്കാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. അതാണ് ഉപനിഷത്തിൽ നിന്ന് ഒരേ ഒരു വാക്ക് അഭി എന്ന വാക്കാണ്. ഭയമില്ല
ഭയമില്ലായ്മ. ആ ഭയമില്ലായ്മ അറിവിൽ നിന്നാണ് ഉണ്ടാവുക എന്നർത്ഥം. ആ അറിവ് വേദാന്തമാണ് എന്നർത്ഥം. ആത്മവിശ്വാസം ഉണ്ടാകുവാൻ കഴിയുന്ന ആ അറിവിനെ വേദാന്തമായിരിക്കണം നിങ്ങൾ പ്രവർത്തിക്കാൻ പുറപ്പെടുമ്പോൾ. വേദാന്തമായിരിക്കണം ആയുധം, ത്യാഗമായിരിക്കണം ആദർശം, സഹനമായിരിക്കണം സ്വഭാവം. അങ്ങനെ പുറപ്പെട്ടാൽ വിജയം നിശ്ചിതമാണ്. നിസ്വാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറാണോ? നിസ്വാർത്ഥതയാണ് ജീവിതം, സ്വാർത്ഥത മരണമാണ്. ഇവിടെ ഇരിക്കുന്ന ഈ ചെട്ടികുളങ്ങരയിലുള്ളവരിൽ മരിച്ചവർ ഇങ്ങനെ കുത്തിയിരിക്കാൻ പാടില്ല. കുത്തിയിരിക്കുന്ന ജഡങ്ങളായി മാറാതെ യുവജനങ്ങൾ മാറണമെങ്കിൽ, ജീവിച്ചവരായി മാറണമെങ്കിൽ പണിയെടുക്കുക, പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. വിവേകാനന്ദന്റെ സന്ദേശമാണ് ഡു ഓർ ഡൈ. അത് പിന്നീട് ഗാന്ധിജി പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് പണിയെടുക്കുവാൻ നിസ്വാർത്ഥത വർദ്ധിച്ചു വന്ന് ത്യാഗസമ്പന്നരായി മാറിയാൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. പക്ഷേ ഭാരതം ജീവിക്കും. ഭാരതം മരിച്ചാൽ ആര് ജീവിക്കുന്നു? ഭാരതം ജീവിച്ചാൽ ആര് മരിക്കുന്നു എന്ന പ്രസിദ്ധമായ ചോദ്യം നമ്മുടെ മുൻപിലുണ്ടല്ലോ. ആ ഭാരതം ജീവിക്കുവാൻ, അനേകായിരം കൊല്ലം ഇനിയും ജീവിക്കുവാൻ, സനാതന ധർമ്മത്തെ ലോകത്തിന് വിതരണം ചെയ്യുവാൻ നാം നമ്മളെ ഉയർത്തി നിർത്താൻ തയ്യാറായാൽ ഭാരതം ഒരിക്കലും താഴില്ല. നാം നമ്മളെ താഴ്ത്താൻ ശ്രമിച്ചാൽ, താഴ്ത്താതിരിക്കാൻ ശ്രമിച്ചാൽ, ലോകത്തിൽ ഒരു ശക്തി വിചാരിച്ചാലും ഭാരതത്തെ താഴ്ത്താനും കഴിയുകയില്ല. നാം നമ്മളെ താഴ്ത്തിയാൽ, നാം നമ്മളെ താഴ്ത്താൻ പണിയെടുത്താൽ പിന്നെ ഈശ്വരൻ വിചാരിച്ചാലും ഭാരതത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഉദ്ധരേ ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ഉയരുക, അവനവൻ സ്വയം ഉയരുക, അവനവനെ താഴ്ത്താതിരിക്കുക. ആത്മവിശ്വാസമുള്ള ഒരു ജനതയായി മാറുവാൻ, ആത്മവിശ്വാസമുള്ള ഒരു രാഷ്ട്രമായി പരിണമിക്കുവാൻ, സനാതന ധർമ്മത്തിന്റെ മഹത്തായ സന്ദേശം ലോകത്തിന് വിതരണം ചെയ്യാൻ കഴിയുന്ന കരുത്തുള്ള, ശക്തിയുള്ള, ആത്മബലമുള്ള യുവതീ യുവാക്കളായി, ഭയമില്ലാത്ത യുവതീ യുവാക്കളായി, ഭാരതത്തിന്റെ വെളിച്ചം ലോകത്തിന് പകർന്നു നൽകാൻ കഴിയുന്ന യുവതീ യുവാക്കളായി ഇവിടെ ഇരിക്കുന്നവർ മാറുവാൻ ഈ ശ്ലോകത്തിന്റെ ആശയവും ഗാംഭീര്യവും നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി കാഫ സുരേന്ദ്രൻജി. വ്യക്തിയും സമൂഹവും